ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല ഡൗട്ട്സുകളുണ്ട്. ഇതിലെങ്ങനെയാണ് ആക്യൂറസി, എന്താണ് ഇതെങ്ങനെയാണ്, വർക്കിംഗ് ആണോ, കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ബാക്കെൻഡ്. അപ്പം അതിന്റെ കുറച്ച് ക്ലാരിറ്റി ഞാൻ തരാം. അതായത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ടൂളോ ഒരു സിസ്റ്റമോ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് മിനിമം 50% ആക്യൂറസി ആ ടൂളിന് മിനിമം വേണം. എന്നാൽ മാത്രമേ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച്, അതായത് ട്രേഡിംഗ് വ്യൂ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയുന്നവർക്ക് അറിയായിരിക്കും എന്താണ് ട്രേഡിംഗ് വ്യൂ, എങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ നിലവിൽ ഇനിയിപ്പോ നിങ്ങളെ ഭാഗത്ത് കിട്ടുന്ന കുറച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പല ഡൗട്ട്സുകളുണ്ട്. ഞാനിപ്പോ ഒരു ചെറിയൊരു ഓവർവ്യൂ ആണ് തന്നത്, ഈ ടൂള് വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, ടൂളിന്റെ കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പല ആൾക്കും പല രീതിയിലാണ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാം, എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ കറക്റ്റ് ആൻസർ തന്നു പോകുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പൊ അത് നിങ്ങളൊന്നും ഒന്നാക്കുക, ഓരോരുത്തരും ഒന്നാക്കുക, ജസ്റ്റ് ഒന്ന് മൈക്ക് ഓപ്പൺ മ്യൂട്ട് ആക്കുക, അൺമ്യൂട്ട് ആക്കിയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഏത് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് കാണേണ്ടത്, ഏത് മാർക്കറ്റിലാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സജഷൻ ചെയ്യാം. ഒരു സംശയം, ഏത് മാർക്കറ്റിലാണെങ്കിലും നമ്മളാണോ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്? ഏത് മാർക്കറ്റായി, അതായത് നമുക്ക് എൻട്രി വരില്ലേ, അതായത് ഈ ഒരു സ്റ്റേജ് വരെ മാത്രമേ നമ്മൾ റോബോട്ടിക് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ, ഇത്ര വരെ. അപ്പൊ അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ ഓൾറെഡി എന്ന് പറഞ്ഞാല് ഇപ്പം ഇവിടെ ഓൾറെഡി ഈ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ സിസ്റ്റം ഒരിക്കലും മാർക്കറ്റിന്റെ അണ്ടറിൽ പോയി വർക്ക് ചെയ്യൂല. നമ്മൾക്കായിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ അതിന് പഠിപ്പിച്ച സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ വരുന്ന സമയം മാത്രമേ ട്രേഡ് എടുക്കൂ. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി. ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റം ഇതുവരെ എന്നാക്കിയിട്ടില്ല, അടുത്തൊരു ട്രേഡ് കാണിച്ചു തന്നിട്ടില്ല. അതിന്റെ റീസൺ ഇവിടെ ഇത് നമ്മുടെ ഡാറ്റാ ബോക്സ് ആണ്, നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. ഈ ഡാറ്റാ ബോക്സ് ഓൾറെഡി കംപ്ലീറ്റ് ബിയറിഷ് ആണ്. 1 hour ചാർട്ട് ബിയറിഷ് ആണ്, 30 minutes. അപ്പൊ നെക്സ്റ്റ് ഒരു എൻട്രി കിട്ടണമെങ്കിൽ അടുത്തൊരു കൺഫർമേഷൻ കിട്ടണം. നമ്മൾ ഇതിന് സെറ്റ് ചെയ്ത് കൊടുത്തൊരു സ്ട്രാറ്റജിയുടെ കൺഫർമേഷൻ കിട്ടാതെ ബൈ ആയിക്കോട്ടെ ഇനി ബിയറിഷ് ആയിക്കോട്ടെ, ഇത് നമുക്ക് എൻട്രി വരൂല. ഇത് ഞാൻ ഗോൾഡിലേക്ക്, ഓക്കെ, അതായത് ഇതിന്റെ ഓക്കെ നമുക്ക് ഗോൾഡ് എടുക്കാം. ഗോൾഡ് ആയിരിക്കും പല ആൾക്കാരും ചെയ്യുന്നത്. പക്ഷെ നമുക്കിതൊരു സ്ക്രീനില് മൊബൈലായ കാരണം ക്ലിയർ ഇല്ല. അത് കുറച്ചും കൂടി ഒന്ന് ക്ലാരിറ്റി ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോ ഞാൻ നേരെ സ്ക്രീൻ ഷെയർ ചെയ്തതാണ്, ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തതാണ്. അതല്ലേ, ഓക്കെ. ഞാൻ നേരെ ഷെയറിംഗ് ആണ് ട്രേഡിംഗിന്റെ. അപ്പൊ ഇതിപ്പോ ഗോൾഡ് ആണ്. അതായത് നമുക്ക് ട്രേഡിംഗ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഒരു എൻട്രി കിട്ടണം, എൻട്രി ഐഡന്റിഫൈ ചെയ്ത് കിട്ടണം. SL എവിടെ വെക്കാം ആയിരിക്കും, അതൊക്കെ മിസ്റ്റേക്ക് വരുന്ന കാര്യമാണ്. SL വെക്കുന്ന ഒരു ഏരിയ, TP, അതായത് നമുക്ക് ടാർഗറ്റ് എവിടം വരെ വെക്കാം, ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അത് നമ്മൾ ഈ ടൂൾ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഗോൾഡിൽ ഒരു എൻട്രി, ഒരു സെൽ എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ടാർഗറ്റ് 4 അടിച്ച നല്ലൊരു എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ അതിന് അതിൻ്റെതായ അനുയോജ്യമായ നല്ല ഒരു കൺഫർമേഷൻ കിട്ടുക ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു സാധനം നമുക്ക് മാറിയിട്ട് എന്താക്കി തരും, ഈ സിസ്റ്റം നമുക്ക് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരും. അതായത് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ ഓക്കെ ഇവിടെ നോക്കിയാൽ തിരിയും. ഓക്കെ, ഞാനിത് കാണിക്കാൻ വേണ്ടി വേറെ കോയിലിട്ടെ. ഇപ്പൊ ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു സിസ്റ്റം കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് കൺഫർമേഷൻ ആയിട്ടില്ല. ഇതിന്റെ ഒരു കൺഫർമേഷൻ നോക്കാനുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഈ ബോക്സ് കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ ഈ താഴത്തെ ഡാറ്റ ബോക്സ് ഇതിന്റെ കൺഫർമേഷൻ ബോക്സ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇനി പച്ച കളറുള്ള ഈ താഴെയുള്ള റേറ്റ് ORMX ഡാറ്റ സ്ക്രീൻ കാണുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഇല്ല. എത്ര ആൾക്കാണ് കാണാൻ പറ്റാത്തത്? അല്ല, നമ്മൾ ഓക്കെയാണ്, കാണുന്നുണ്ട്, പക്ഷെ ക്ലിയർ ഇല്ല. ഒന്ന് ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ഓക്കെ ആണോ?
ലെറ്റേഴ്സ് മാത്രമേ നമുക്ക് അറിയാത്തുള്ളൂ, ബാക്കി നമുക്ക് അറിയുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. ആ ലെറ്റേഴ്സ് എന്റെ കാര്യം പറഞ്ഞേട്ടാ, ഞാൻ കാണാത്ത ആൾക്കാരുണ്ടെന്ന് അറിയില്ല. ഓക്കെ, എനിക്ക് ഫ്രണ്ട് കാണത്തില്ല സ്ക്രീൻ സാറേ. മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ മറ്റേ ലൈവ് ചാറ്റ് ഏതാ ചാർട്ട് ഇല്ല. ചാർട്ട് വരുന്നില്ല. ചാർട്ട് വരുന്നില്ല. ചാർട്ട് വരുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ചാർട്ട് വരാത്ത പ്രശ്നമുള്ളവർ ഒന്ന് റീജോയിനിങ് ചെയ്താൽ അത് കംപ്ലീറ്റ് ആവും. നേരത്തെ കഴിഞ്ഞ സെക്ഷനിൽ ഇതേപോലെ ഉണ്ടായിരുന്നു. ക്ലോസ് ചെയ്തിട്ട് ഓക്കെ, ഒന്ന് റീജോയിൻ ചെയ്ത് ഞാൻ ഒന്നും കൂടി അത് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിന്റെ റെക്കോർഡ് സിസ്റ്റം കിട്ടുമോ? ഉണ്ടാവും. റെക്കോർഡ് സെക്ഷൻ ഉണ്ടാവും. ഉണ്ടാവൂല്ലേ? ഈ കഴിയുന്നതിന് റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന സിസ്റ്റം എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ കംപ്ലീറ്റ് എന്താണ് ഇപ്പൊ ഓക്കെ, നമുക്ക് എല്ലാവരും ചെയ്യുന്ന ഗോൾഡ് തന്നെ എടുക്കാം. മോസ്റ്റ് പീപ്പിൾ ആൾക്കാരും ചെയ്യുന്ന ഗോൾഡ് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഞാൻ ഗോൾഡ് തന്നെ കാണിച്ചു തരാം. ഗോൾഡ് എടുത്തു. ഗോൾഡ് ലൈവ് ആണ്. ഗോൾഡിന്റെ ലൈവ് ആണിത്. ഇതിപ്പം ഗോൾഡില് നിലവിൽ ഇപ്പൊ ഒന്നായി ഒരു എൻട്രി കംപ്ലീറ്റ് ആയി. നമ്മളെ സിസ്റ്റം കാണിച്ചുന്ന ഒരു എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗോൾഡിൽ. നെക്സ്റ്റ് ഒരു എൻട്രി വരണമെങ്കിൽ നമുക്ക് ഇവിടെ ഡാറ്റ ബോക്സ് കണ്ടോ, ഈ റൈറ്റ് സൈഡിലുള്ള ഈ താഴെ ഒരു ബോക്സ് ഉണ്ട് ഇവിടെ. ഈ ഡാറ്റ ഈ ബോക്സിൽ ചുവപ്പാണോ നിങ്ങൾ പറഞ്ഞ പച്ചയാണോ പറഞ്ഞത്? ഇത് ഡാറ്റ ബോക്സിൽ ഇപ്പൊ ഇപ്പം നമുക്കൊരു ബുള്ളിഷിലേക്ക് വരണമെങ്കിൽ എപ്പോഴും എന്താവണം, ഇത് കറന്റ് മാർക്കറ്റ് ഇപ്പം ബുള്ളിഷായി. പക്ഷെ ബാക്കിയുള്ള മാർക്കറ്റിൽ എന്താണ് ബീറിഷ് ആണ് നിലവിലുള്ളത്. കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ഇത് കംപ്ലീറ്റ്ലി എന്താവും, ഇത് കംപ്ലീറ്റ് പച്ചയിലേക്ക് വരും, ബുള്ളിഷിലേക്ക് വരും. ഞാനൊരു 1 മിനിറ്റ് ചാർട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. അതിന്റെ ആക്യുറസി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് ചാർട്ട് ഇത് ട്രേഡ് എടുത്തുകൂടാ. ഇത് കണ്ടോ ഇവിടെ 1 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കൺഫേം ആയിട്ടില്ല. കൺഫേം ആവണമെങ്കിൽ അതായത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് 100% ആണ്. ഇത് 100 ആയിട്ട് കൂട്ടാം. ഇപ്പൊ 100ൽ ഇപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് കിട്ടി ഇതില് കൺഫർമേഷൻ? അതിലിപ്പോ നമുക്കൊരു 70 ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പം ബുള്ളിഷ് ആവണമെങ്കിൽ ഒന്നാവണം ഇത് മൊത്തം, അതായത് യെസ്, അതായത് ഇപ്പൊ ഒരൊറ്റ ബുള്ളിഷേ ഉള്ളൂ. അപ്പം ഇപ്പൊ 2 ബുള്ളിഷായി. ഇപ്പൊ 2 ബുള്ളിഷായി. ഇത് ടോട്ടലി എന്താവണം, ഏകദേശം ഒരു 80% അങ്ങനെ എന്താവണം, ബുള്ളിഷ് ആവണം എൻട്രി എടുക്കണമെങ്കിൽ. ഓക്കെ, 80% ബുള്ളിഷ് ആവും. അപ്പൊ അത് വെയിറ്റ് ചെയ്താൽ മതി, ആ കൺഫർമേഷന് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ. ഞാനത് ആക്യുറസി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 1 മിനിറ്റിലേക്ക് ഞാൻ എന്താക്കിയത് ചാർട്ട് സ്വിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് വെയിറ്റ് ചെയ്യാം. ഒരു എൻട്രി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താക്കിയാൽ മതി, കുറച്ച് നമുക്ക് നെക്സ്റ്റ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറസി കിട്ടും. കൺഫർമേഷൻ നേരത്തേക്കാണോ കിട്ടിയാൽ നമുക്ക് എൻട്രി അവിടെ പ്ലേസ് ചെയ്യാം. അപ്പൊ ഈ ഒരു എൻട്രി വരുന്നിട്ട് മുന്നിൽ നമുക്ക് ഇവിടെ ഓൾറെഡി സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് മേലിലേക്കാണ് സിഗ്നൽ കിട്ടി. ഇവിടെയാണ് ബൈ വന്നത്. ഓരോ കൺഫർമേഷൻ സ്റ്റേജ് ആണ്. ഇവിടെ ഒരു ഫസ്റ്റ് ഫേസ് വന്നു, ഇവിടെ സെക്കൻഡ് ഫേസ്, ഇവിടെ ഒരു കൺഫർമേഷൻ വന്നു, പിന്നെ ഇവിടെ ഒരു എൻട്രി വന്നു. അതായത് മൂന്നാമതാണ് എൻട്രി സെറ്റ് ചെയ്ത് തരുന്നത്. അതായത് ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എന്താക്കിയിട്ടുള്ളത്, ഫസ്റ്റ് ചെറിയ ക്യാൻഡിൽ ഒരു ബൈ വന്നു, അതിന് ശേഷമുള്ള ക്യാൻഡിൽ നമുക്ക് എൻട്രി. ഇതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് തരും കേട്ടാ, നിങ്ങളൊന്നും ചെയ്യണ്ട. നമ്മൾ ചെയ്യേണ്ട പണി ഇവിടെ ഈ കൺഫർമേഷൻ, ഇതിന്റെ കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാല്, ഇതിന്റെ മാത്രമല്ല ഇതാണ് വോളിയം എന്ന് പറയുന്നത്, താഴത്തെ ചാർട്ട് ഇത് നമ്മൾ തന്നെ വോളിയാണ്. ഇതിന്റെ ഈ വോളിയത്തിന്റെയും ഈ ഒരു നമ്മളെ ഡാറ്റ ബോക്സിന് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ധൈര്യമായിട്ട് എൻട്രി പ്ലേസ് ചെയ്യാം, നോ പ്രോബ്ലം. അത് 3 മാർക്കറ്റിലും ഈ സിസ്റ്റം തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഞാൻ BTC എടുത്ത് കാണിച്ചു തരാം. BTC ഒന്നുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. നല്ലൊരു മൊമെന്റ് BTC ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ടോ, BTC ഇപ്പൊ എന്താണുള്ളത്, 1 മിനിറ്റ് ആണ്. യെസ്, ബിയറിഷ് ആണ് കംപ്ലീറ്റ്. ഈ 1 മിനിറ്റ് ഇതിപ്പോ മാർക്കറ്റ് ബിയറിഷ് കൺഫേം ആയിട്ടുണ്ട്, സ്ട്രോങ്ങിൽ ബിയർ. പക്ഷെ ഇത് ഇവിടെ ബിയറിഷ് ആണ്, ഇവിടെ എന്താണ് വോളിയം ഗ്രീൻ ആണ്, ഇത് റെഡിലേക്ക് വരും. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബുള്ളിഷ് ആയി, ഞാൻ പറഞ്ഞില്ലേ.
മാർക്കറ്റ് ആ മാറി കാണിച്ച, ട്രെൻഡ് മാറി കാണിച്ചത്. ഞാനിത് 1 മിനിറ്റിൽ ഇടുന്നത് 1 മിനിറ്റിൽ ആരും ട്രേഡ് എടുത്തുകൂടാ. ഞാൻ ഇതിന്റെ ഒരു സിസ്റ്റം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, വർക്കിംഗ് പാറ്റേൺ. ഇത് അത്ര അക്രോസി ഉണ്ടായത് കൊണ്ടാണ് 1 മിനിറ്റിൽ. അപ്പൊ 1 മിനിറ്റിലേക്ക് എൻട്രി ഇവിടെ വന്നു, ഇവിടെ എന്തായി ബുള്ളിഷ് വന്നിട്ടുണ്ട്, സിംഗിൾ ബുള്ളിഷ് ആണ് വന്നിട്ടുള്ളത്. ഇത് ഫുള്ളി എന്താവും, നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അല്ല, നമുക്ക് ഇതിൽ ഏറ്റവും നല്ലത് 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അല്ല അവർ ഏറ്റവും നല്ലത്. അല്ല, അതായത് നമ്മളെ സിസ്റ്റം വർക്കിംഗ് 5 മിനിറ്റും 15 മിനിറ്റും ആണ്. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ബാക്ക് എൻഡിൽ ഉള്ളത്. അതല്ലേ, ശരി. പക്ക സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയാണ് ഇതിന് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വെച്ചാല് അതാണ് ഈ ടി പി കാര്യങ്ങൾ, സ്കാൽപ്പിങ്ങിന്റെ TPs ആണ്. അതായത് നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഓരോ TPയും നമ്മൾ സെറ്റ് ചെയ്ത് തന്നെ പോകണം. നമ്മൾ വെറുതെ ട്രേഡ്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, പ്രോഫിറ്റ് കാണും, ആ പ്രോഫിറ്റ് സെക്യൂർ ആയി നമുക്കറിയില്ല. അപ്പൊ ഇവിടെ തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറുതെ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ. ഹലോ, സൗണ്ട് ക്ലിയർ വരുന്നില്ല. ഓക്കെ. ഇവിടെ തരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ടൂള് തരാൻ നിങ്ങൾ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാന്നല്ല. ഈ ടൂള് തന്നു കഴിഞ്ഞാല് അതിന്റെ കൂടെ ഒരു സിസ്റ്റം കൂടി നമ്മൾ തരും. സിസ്റ്റത്തിന്റെ കൂടെ ഒന്ന് ട്രേഡ് ചെയ്യാം. നിങ്ങൾ ഏത് മാർക്കറ്റ് ആയിക്കോട്ടെ, അതിനൊരു ബ്ലൂ പ്രിന്റ് തരും. നിങ്ങൾ 1 ഇയറിലേക്ക്, നെക്സ്റ്റ് 1 ഇയറിലേക്ക് ആദ്യത്തെ 3 മാസം എങ്ങനെ, എന്തൊക്കെ പ്രോഫിറ്റ് എടുക്കണം, എത്ര ജനറേറ്റ് ചെയ്യണം, എത്ര ക്യാപിറ്റൽ വേണം. നിങ്ങൾക്ക് ബ്രോക്കർ ഏത് ഉപയോഗിക്കാം. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ബ്രോക്കർ ബുക്ക് ബ്രോക്കർ ആയിരിക്കണം. അത് ഞാൻ പറയാൻ കാരണം, നിങ്ങളിപ്പോ ഇതിൽ കാണുന്ന ബ്രോക്കേഴ്സ് ഉണ്ടോ, ഇതിലത്തെ ബ്രോക്കേഴ്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതില് ഇന്ത്യൻ മാർക്കറ്റിന്റെ ബ്രോക്കേഴ്സ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്. ഇതൊക്കെയെന്ന് പറയുന്ന ലോകോത്തര ബ്രാൻഡിൽ നമ്പർ 1 ബ്രോക്കേഴ്സ് ആണ്. ഇതൊക്കെ ബുക്ക് ബ്രോക്കേഴ്സ് ആണ്. ഈ കാണുന്ന മുഴുവനും കാറ്റഗറിയിൽ വരുന്ന ബ്രോക്കേഴ്സ് ആണ് നിങ്ങളിപ്പോ ഈ കാണുന്ന മുഴുവൻ ബ്രോക്കേഴ്സും. അപ്പം ബുക്ക് ബ്രോക്കേഴ്സ് എന്തായാലും നിർബന്ധമായി നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം കാര്യങ്ങൾ ചെയ്യുന്ന സമയം. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അൽഗോ ട്രേഡിങ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്ത ആളുണ്ടാവില്ല. ഒരിക്കലും ഒരു ബുക്ക് ബ്രോക്കേഴ്സും, ഇതിലുള്ള ഒരു ബുക്ക് ബ്രോക്കേഴ്സും ഒന്നാകുന്നില്ല അൽഗോനെ നേരിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഒരു 95% അൽഗോ ഒന്നാക്കുന്നു ട്രേഡിംഗ് വ്യൂവിലേക്ക്. ആ കാര്യങ്ങൾ എല്ലാവരും ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ട് തന്നെയായിരിക്കും മേജർ ട്രേഡേഴ്സും അവരുടെ ബ്രോക്കറിൽ പോയി ട്രേഡ് എടുക്കുന്നത്. ഇതിലെന്നാക്കും പാറ്റേൺസ് ആയിക്കോട്ടെ, സിസ്റ്റം ആയിക്കോട്ടെ, ഇതിൽ ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പൊ ഒരു 95% കാര്യങ്ങൾ എന്നാക്കും നമുക്ക് നമ്മുടെ അൽഗോ, നമ്മുടെ സിസ്റ്റം നിങ്ങൾക്ക് എന്നാക്കി തരും. ഐഡന്റിഫൈ ചെയ്തിട്ട് എവിടെ എൻട്രി എടുക്കണം, എവിടെ TP വെക്കണം, ഈ കാര്യങ്ങൾ തരും. നമ്മളെ പരിപാടി, നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺഫർമേഷൻ അത് നമ്മൾ പഠിപ്പിക്കും. ആ ഒരു കൺഫർമേഷൻ നോക്കുക, അവിടെ എന്നാക്കുക, ആ എൻട്രി പ്ലേസ് ചെയ്യുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അത്രയും നമ്മൾ ഡ്യൂട്ടി ചെയ്തുകൂടും. മേജറായിട്ട് പറയുന്നത്. നിങ്ങൾക്കിത് ഓഫ്ലൈൻ ഉണ്ടോ? ഓഫ്ലൈൻ ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പൊ മോർണിംഗ് 10 മണിക്ക് വന്നാൽ അന്ന് ഫുള്ള് ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാക്കാം കാര്യങ്ങൾ പോവാ. അങ്ങനെ എക്സ്പെൻസ് എങ്ങനെ വരുന്നത്? എക്സ്പെൻസ് നമ്മൾ ടൂളിന്റെ എക്സ്പെൻസ് വരുന്നത്, നമ്മൾ ആക്ച്വൽ പ്രൈസ് ടൂളിന്റെ വരുന്നത് 35,000 നമ്മൾ കൊടുക്കുന്ന ടൂളാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ നിലവിൽ 2 days നമ്മൾ വെബിനാറും കാര്യങ്ങളായിട്ട് 2 daysലേക്ക് എന്ന് പറഞ്ഞാൽ 25,000 ലൈഫ് ടൈമിലേക്ക് കിട്ടും. ഈ ലൈഫ് ടൈം ആക്സസ് അത് കുറച്ചേ ഉണ്ടാവും. നമ്മൾ റീസെന്റ് അത് നമ്മൾ ഒരു 1 ഇയറിലേക്ക് മാറ്റും. പക്ഷെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്കൊക്കെ ലൈഫ് ടൈമിലേക്ക് ആക്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളത് പറയാൻ കാരണം, നമ്മൾ ഈ സിസ്റ്റം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ ബാക്കിയുള്ള സിസ്റ്റം പോലെ ഇതിനെ ഇതാക്കണ്ട. ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്ന ട്രേഡിംഗ് വ്യൂവിന്റെ അകത്താണ്. നമ്മൾ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം, ലോകത്ത് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരൊറ്റ പ്ലാറ്റ്ഫോമാണ് ലോകത്തുള്ളത്. അതായത് എത്ര വലിയ ട്രേഡേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർ ഇതിൽ നിന്നാണ് അവർ കാര്യങ്ങൾ, ഡാറ്റ ഇതിൽ മാത്രമേ ഒറിജിനൽ ഡാറ്റാസ് ഉള്ളൂ. അതായത് ഇത്രയും കാണുന്ന ബ്രോക്കേഴ്സ് ആണ് ഈ ട്രേഡിംഗ് വ്യൂക്ക് ഡാറ്റ കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ കാണുന്ന റിയൽ ഡാറ്റയാണ്. അപ്പൊ ഇതിൽ ഇതിപ്പോ എന്റെ കമ്പനിയുടെ പേരാണ്, ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് യോറാനെക്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പനിയുടെ പേര് ഇതിന്റെ ഉള്ളിലേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അതിന്റെ ബാക്ക് എൻഡിൽ കുറെ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങളൊന്നല്ല, കുറെ കാര്യങ്ങൾ പാസ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്താക്കും ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരു ട്രസ്റ്റ് ഞാൻ പറയുന്നതാണ്. അതായത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളത് പറഞ്ഞതാണ്. നമുക്ക് MT5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ ഫോറക്സ് MT5 MT4 ഉണ്ടല്ലോ. MT5 MT4 ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ.
അതായത് നമ്മളിപ്പോ അതായത് ആരും ട്രേഡിംഗ് അറിയാത്തത് കൊണ്ടല്ല ആരും ഞാൻ കണ്ടെടുത്തോളം അവര് ലോസിലേക്ക് വന്നത്. ഒന്നും അവർ റൈറ്റ് ബ്രോക്കേഴ്സ് അല്ല. പല ആൾക്കാർ ഇപ്പോഴും ട്രേഡിംഗ് ചെയ്യുന്നത് ബി ബുക്ക് ബ്രോക്കേഴ്സിലാണ്. എ ബുക്ക് ബ്രോക്കറും ബി ബുക്ക് ബ്രോക്കറും എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കാട്ട, കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പൊ നമ്മള് ഈ ബ്രോക്കർ, അതായത് റിയൽ ഡാറ്റ ഇല്ലടുത്ത് മാത്രം ട്രേഡ് ചെയ്തതിനെ കൊണ്ട് കാര്യമില്ല. ഞാൻ തന്നെ ചെയ്യുന്നത് പുറത്തെ ബ്രോക്കറാണ്. നമുക്ക് സ്വന്തമായ ബ്രോക്കേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ആ ഒരു ഏരിയ നമ്മൾ ചെയ്യുന്നതല്ല. ഞങ്ങള് ടൂൾസിന്റെ ഒരു ഏരിയ, ഞങ്ങൾ തന്നെ അടുത്ത ടൂൾ നമ്മൾ ലോഞ്ചിങ്ങിലുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്നതിന് ഒരാളിപ്പോ മാനുവലി ഇപ്പൊ 2 മാസം 3 മാസം ഒരു കോഴ്സ് പഠിക്കാൻ പോകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, അവരൊരു 40,000 50,000 കൊടുത്തൊരു 3 മാസം കോഴ്സ് പഠിക്കാൻ പോകുന്ന അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ആ സ്കില്ല് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് അവർ ചെലവാക്കുന്നത്. ഒരിക്കലും 3 മാസത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിനെ കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുന്നില്ല, ട്രേഡിംഗിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ, അതായത് ഞങ്ങൾ ഇതിന് നമ്മൾ ടൂളിന് പഠിപ്പിച്ചു, ടൂളിന്റെ ബാക്കെൻഡിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം 20,000 20 ഇയേഴ്സിന്റെ ഡാറ്റാസ് ഉണ്ട്. അത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടായതുകൊണ്ടാണ്. ഇതിന്റെ ബാക്കിൽ സ്ട്രോങ് മെഷീൻ ലേണിംഗ്, ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ഉള്ള ടെക്നോളജിയാണ് ഇതിന്റെ ബാക്കെൻഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു 20 ഇയേഴ്സിന്റെ ഡാറ്റ നമ്മളിപ്പോ ടെക്നോളജി ഉള്ളത് കൊണ്ട് അതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു ഹ്യൂമണിന് 20 ഇയേഴ്സിന്റെ ഡാറ്റ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാനുവലി ചെയ്യാം. ഒരു 3 മാസം കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂല. അതുകൂടാതെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു സൊല്യൂഷനാണ്, ഒരു പ്രശ്നമാണ്. ഒരു SL വന്നു കഴിഞ്ഞാൽ അതിന്റെ അതായത് ആ SL റിക്കവർ ചെയ്യാൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകും, ഒരു മനുഷ്യൻ പോകും എന്തായാലും. അതുകൂടാതെ ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഒരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു കൂട്ടാം. ഇപ്പൊ ടാർഗറ്റ് എന്തായി, നിങ്ങളിപ്പോ കംപ്ലീറ്റ് ആയി. അങ്ങനെ ടാർഗറ്റ് കംപ്ലീറ്റ് ആയാൽ ആ വ്യക്തി എന്താകും, വീണ്ടും അടുത്തൊരു ട്രേഡ് എടുക്കും. അതായത് ഒരു പ്രോഫിറ്റിന് പഠിക്കാം, അവിടെ ലോസ് വരും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ നിന്നിട്ട് എന്താവണം, നിങ്ങൾ ട്രേഡ് ചെയ്യണം. എന്നാൽ മാത്രം സക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ കാണുന്നത് ഈ ടൂള് നിങ്ങളൊരു മെന്ററാണ്, ആസ് എ ഒരു ഗൈഡ് ആണ് ഈ ടൂള്. അതായത് അത് തരുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പഠിക്കും. ഒരു എൻട്രി ഇപ്പൊ ഞാൻ തന്നെ പറയാം, ഇപ്പൊ എന്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ 2 നേരം ട്രേഡ് എടുക്കില്ലല്ലോ. ഒന്ന് മോർണിംഗ് 10 മണിക്ക് ഞാൻ ഉണ്ടാവും, ഓൺലൈനിൽ ഉണ്ടാവും. അതേപോലെ തന്നെ രാത്രി 8:30ക്ക് ശേഷം ഞാൻ ഉണ്ടാവും. ഇപ്പൊ ഞാനിപ്പോ നോക്കുമ്പോൾ എനിക്ക് ഇന്നിപ്പോ ട്രേഡ് കിട്ടിയിട്ടില്ല, ഞാൻ ലൈനിലില്ല, ഞാൻ ഇന്ന് ട്രേഡ് എടുക്കൂല. ട്രേഡ് എങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഇന്നാക്കി തരും, കറക്റ്റ് ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ ഫോർവേഡ് ചെയ്യും. എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്, ഡെയിലി എങ്ങനെയാണ്, അതായത് എത്ര ഡോളർ ക്യാപിറ്റൽ വെക്കണം, നിങ്ങൾക്ക് എത്ര ഡോളർ വെക്കാം, അതിൽ യാതൊരു പ്രശ്നമില്ല. $50 നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും, $50 തുടങ്ങാം, ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുക. നമ്മൾ മേജറായിട്ട് പറയുന്ന കാര്യം, നമ്മൾ കൂടെ നിന്നുകൊണ്ട് സിസ്റ്റത്തെ ഫോളോ അപ്പ് ചെയ്യുക. അതാണ് നമ്മൾ മേജറായിട്ട് വരുന്ന കാര്യം. ഇത് മൊബൈൽ ചെയ്യാൻ പറ്റുമോ, അതാ സിസ്റ്റം ആണോ? വേണ്ട, ലാപ്ടോപ്പ് വേണ്ട ആവശ്യമില്ല. മൊബൈൽ, അതായത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത് മൊബൈലിൽ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സിസ്റ്റം ചെയ്തതാണ്. അതായത് എന്ന് പറഞ്ഞാൽ 90% മൊബൈലിൽ ഇത് ക്ലിയർ ആയിട്ട് ലെറ്റേഴ്സ് കാണുന്നില്ലേ? അല്ല, ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിംഗിന്റെ മൊബൈൽ ആപ്പ് ഇതിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കൊണ്ടാണ്, നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടാണ് ക്ലാരിറ്റി വരാത്തത്. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കൊണ്ടാണ്. ഇതിപ്പോ നിങ്ങളിപ്പോ മൊബൈല് ഡൗൺലോഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മൊബൈലിൽ കിട്ടും, നോ പ്രോബ്ലം. ഇത് സാധനം മൊബൈൽ ഫ്രണ്ട്ലി ആണ്. ചോദിക്കാം. ഇതിലിപ്പോ ഒരു 4 പച്ച ഏരോ, അതൊരു മഞ്ഞും ചോപ്പില്ലേ ഒരു ഏരോ കണ്ടില്ലേ? ഈ 4 അത് ടാർഗറ്റ് ആണത്. ഇതാണ് ഞാൻ കാണിച്ചു തരാം. ഇത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ടൂൾ സെറ്റ് ചെയ്ത് തരും. ആദ്യത്തെ ടാർഗറ്റ് എവിടെ വെക്കണം, സെക്കൻഡ് TP എവിടെ വെക്കണം, തേർഡ് TP എവിടെ വെക്കണം, ഫോർത്ത് TP എവിടെ വെക്കണം എന്നുള്ളത് ടൂൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താക്കി തരും. അത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതിന്റെ കൺഫർമേഷനും കൂടി നോക്കുക. ആ ഒരു സാധനം നോക്കുക, എൻട്രി അപ്ലൈ ചെയ്യാം. അതാണ് നമ്മൾ മേജറായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മള് സ്റ്റോപ്പ് ലോസ് നിർബന്ധം ഉണ്ടോ? സ്റ്റോപ്പ് ലോസ് നിർബന്ധമായിട്ട് വെക്കണം അല്ലേ? അതായത് നമുക്കില്ലാതെ SL നമ്മൾ നിർബന്ധമായി SL കീപ്പ് ചെയ്യണം. അതായത് SL വെക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിക്ക് വരുന്ന മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസും ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആള് ഒരു കുഴപ്പമാക്കി വരൂല. പ്രശ്നം വരുന്നത് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് വരുന്നുണ്ടോ, അന്ന് നമുക്ക് ട്രേഡിംഗ് പ്രശ്നങ്ങൾ വരും. $100 ഉള്ള വ്യക്തിക്ക്
$5 ലോസ് ഒന്നും കുഴപ്പമില്ല. നമ്മളെ സിസ്റ്റത്തില് $100 ഒരാൾക്ക് $5 ലോസ് വരും, $6 ലോസ് വരൂല. $5 ഓക്കെ. ലോസ്. ചില നമുക്ക് ബാക്കി $95 ആ $5 ഇതാക്കാനുണ്ട്, കവർ ചെയ്യാൻ നമുക്ക് ഉണ്ട്, അവിടെ ഉണ്ട്, സിസ്റ്റം ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മളിപ്പോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ പിന്നെ അത്രയും ക്യാപിറ്റൽ വേണമല്ലോ അല്ലെ? ക്യാപിറ്റല് നമ്മൾ നോക്കണ്ട. ഞാൻ നിങ്ങൾക്കൊരു സിസ്റ്റം എന്തായാലും കാണിച്ചു തരും. ഒരിക്കലും ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിക്കൂടാ. ഞാൻ അതിന്റെ ഒരു മേജർ നിങ്ങൾക്ക് ചെറിയൊരു ഇത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതായത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ചോദിക്കാം. അതായത് നമുക്ക് ഓൾറെഡി എല്ലാവർക്കും $100 ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. മേജർ ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് ഒരു 10,000 ഇന്ത്യൻ റുപ്യ എന്നാകുന്നു ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൂട്ടം. മാർക്കറ്റിൽ ഒരു 10,000 എന്നാകുന്നു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. ആദ്യത്തെ ഒരു 3 മാസം നിങ്ങൾ ഇപ്പൊ $10,000 എന്നാക്കുന്നു ഡെപ്പോസിറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് എന്നാക്കുന്നു ലോഞ്ച് ചെയ്യുന്നു. ഒരു 10,000 ഡെപ്പോസിറ്റ് ചെയ്ത് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം നമ്മൾ ചെയ്ത് തരുന്ന സെറ്റിംഗ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ $100 കൊണ്ട് $5 ടാർഗറ്റ് ആണ്. ഒരു ബ്ലൂ പ്രിന്റിന്റെ സെറ്റാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു $5 ടാർഗറ്റ് ആയിരിക്കും ഉണ്ടാവല്. $100 കൊണ്ട് നിങ്ങൾക്ക് $5 മേടിക്കാൻ പറ്റൂല്ലയോ? പറ്റും. റിപ്ലൈ പറയാട്ടാ. ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് ഇതാക്കണ്ട, ഇങ്ങനെ ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിക്കാട്ടാ. ഒരു ഓപ്പൺ ഓക്കെ. കോൺവെർസേഷൻ ആക്കിയാൽ മതി. എന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ക്ലാരിറ്റി വരും. അതായത് $100 കൊണ്ട് $5 നമുക്ക് മേടിക്കാൻ പറ്റും, ഈസിയാണ്. അതായത് റിസ്ക് കുറഞ്ഞുകൊണ്ടുള്ള കാര്യമാണ്. ഒരു മാസം നിങ്ങൾ $100 കൊണ്ട് $5, അതായത് $5 30 ട്രേഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 30 ട്രേഡ് കൂട്ടിയാൽ വീക്കെൻഡ് കൂട്ടണ്ട. 30 ട്രേഡ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ $150 പ്രോഫിറ്റ് ആണ്. ഇത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് അവിടെ കിട്ടുന്ന നിങ്ങൾക്ക് പെർസെന്റേജ് എത്രയാണ്? $100 ഡെപ്പോസിറ്റ് $150 പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 150% പ്രോഫിറ്റ് അവിടെ ജനറേറ്റ് ആയി ഒരു മാസം. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 4 ദിവസം ഇതൊക്കെ നാം പ്രോപ്പർലി ചെയ്യും. 4ാമത്തെ ദിവസം മുതൽ എന്നാകും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് $100 $10 പോയാലോ ആ സിസ്റ്റത്തിന്റെ എതിരാണ്. ഇപ്പൊ സിസ്റ്റത്തിന്റെ കൂടെ അതായത് നമ്മളൊരു 1 മന്ത് നിങ്ങൾക്ക് ഒരു 3 മന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് എന്നാക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് പ്രോഫിറ്റ് അല്ല, നിങ്ങൾക്ക് സേവിങ്സ് വരാൻ തുടങ്ങും. അത് ആ ഒരു പ്രൊസീജിയറിൽ പോകണം. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കുന്നില്ല, നിങ്ങൾക്ക് അത്രയും റിസ്ക് എടുക്കാൻ റെഡി അല്ല എന്ന് കൂട്ടാം. $100 ക്യാപിറ്റൽ വെച്ചുകൊണ്ട് $1 പ്രോഫിറ്റിന്റെ നിങ്ങൾ 1 ലക്ഷം ട്രേഡ് ഒരു 2 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആയിക്കോ. പക്ഷെ $1 എടുത്തോളും പ്രോഫിറ്റ്. 2 കൊല്ലം കൊണ്ട് ഇതിലുള്ള എല്ലാവരും പ്രോഫിറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന $1 ലക്ഷം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷെ $1 മാത്രമേ നിങ്ങൾ എന്നായിക്കോളൂ പ്രോഫിറ്റ് ഡെയിലി ഏൺ ചെയ്തോളൂ. അത് 2ആയ പ്രശ്ന സിസ്റ്റത്തിനെതിരാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്നാക്കണം. അപ്പൊ ഇത് വെറുതെ ഒരു ടൂൾ എടുക്കാൻ നിങ്ങൾ അതങ്ങനെ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അതിന്റെ പിന്നാലെ പോവാന്നല്ല. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു സാധനം കൂടി, ഒരു ബ്ലൂ പ്രിന്റ് കൂടി സെറ്റ് ചെയ്ത് തരും. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സക്സസ് ആവാൻ പഠിക്കും. അവിടെ നിങ്ങൾ സക്സസ് ആവും. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റിൽ. അതായത് ഡെയിലി ഇന്നൊരു ട്രേഡ് നിർബന്ധമായിട്ട് എടുക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. നാളെ ഒരു ട്രേഡ് എടുക്കണം. ഇന്നിപ്പം ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് നിങ്ങൾ ഇരിക്കുന്ന ടൈമിൽ മാത്രം നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങൾക്ക് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏത് ടൈമാണ് ഫ്രീ ആ ടൈം, ഇപ്പൊ മോർണിംഗ് ഇരിക്കുന്ന ആൾ മോർണിംഗ്, ഈവനിങ് 2 നേരം ഇരിക്കുന്ന ആ ടൈമിൽ മാത്രമേ നിങ്ങൾ ട്രേഡ് എടുത്തോളൂ. ആ ടൈമിൽ നിങ്ങളെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ടൈമിലും പല ടൈമിലും പോയിട്ട് മാർക്കറ്റിൽ ഒന്നാക്കണ്ട. പല ബിസി ഷെഡ്യൂളിൽ എടുക്കും. എവിടെയെങ്കിലും പോകുന്ന സമയം വെറുതെ മൊബൈൽ നോക്കി ഒന്നാക്കണ്ട. ട്രേഡിലേക്ക് എൻട്രി ആവണ്ട. നമ്മളാ ഫ്രീ ആയിട്ടിരിക്കുന്ന കംഫോർട്ട് സോണിൽ ഇരിക്കുന്ന സമയം അവിടെ എന്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാ അവിടെ നിങ്ങൾക്ക് എന്നാക്കാം ട്രേഡ് പ്ലേസ് ചെയ്യാം. ഒരു പ്രശ്നവും ഇല്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ കൂടെ തന്നെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ അതിന്റെ കൂടെ അങ്ങോട്ടേക്ക് എന്താവണം, അതിൽ ട്രാക്കിൽ കയറണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിസ്റ്റം വെറുതെ ടൂള് തരാന്നുള്ള എല്ലാ കാര്യം അതിന്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾ സെക്ഷൻസ് ഒക്കെ നമ്മൾ തരും. എന്ത് ഡൗട്ട് ന്യൂസ് ടൈം കാണിക്കേണ്ടതില് ന്യൂസ് ടൈം ഇതിൽ കാണിക്കോ? ഇല്ലല്ലോ. ഏതിലാണ്? നമ്മുടെ സോഫ്റ്റ്വെയറിലാണോ സിസ്റ്റത്തിലാണോ? ഇതിന്റെ ബാക്ക് എൻഡിൽ ഓൾറെഡി ഓരോ ടീം ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൽ വരുന്ന എൻട്രീസ് ഒക്കെ വരുന്നത്. അതായത് ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി ഇല്ലത് കൊണ്ട് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോ ഒരാളൊരു ബിസിനസ് നടത്തുന്ന സമയം പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും ആ ഒരു കമ്പനിയിൽ. ഹെഡ് ഉണ്ടാവും, HR ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒരു ബിസിനസ് ഓണർ എന്തിനാണ് നോക്കുന്നത്? ബിസിനസ് ഓണർ 5% മാത്രമേ അതിൽ നിന്നായിക്കോളൂ ഇൻവോൾവ് ആയിക്കോളൂ.
അതായത് ബാക്കിയെല്ലാം എന്നാക്കണം, ആ സ്റ്റാഫ് നമുക്ക് അതിന്റെ ഇത് തരണം, കൊണ്ടുവന്നിട്ട് തരണം. ഈവനിങ് ആകുമ്പോൾ അതിന്റെ ഇത് തരും, റിപ്പോർട്ട് തരും, ഇന്ന് എന്തെന്ന കാര്യം. അതേപോലെ ഇതിന്റെ ബാക്ക് എൻഡിൽ ഒരു ടീമുണ്ട്. അതായത് പറഞ്ഞാൽ അൽഗോസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാള് ന്യൂസിനെ ആയിരിക്കും നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന പോലെയാണ്. ഒരാൾ സ്ട്രാറ്റജിയുടെ വെക്ക ഉണ്ടാവും, ഒരാൾ എന്താണ് അപ്പൊ ഇങ്ങനെ കുറെ ആ സാധനം ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ കമ്പനി അത് നിങ്ങൾ പറയുന്നത് രൂപത്തിലുള്ള സിസ്റ്റം, അതായത് ടൂളാക്കി ഡെവലപ്പ് ചെയ്ത് തരും. നിങ്ങൾ എന്താണ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതിനെ എങ്ങനെ. പക്ഷെ ഫുള്ളി ഓട്ടോമേഷൻ അൽഗോറിതം സിസ്റ്റത്തിലേക്ക് മാത്രം ആക്കാൻ പറ്റൂല, അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ചെയ്യാം, അൽഗോസിനൊക്കെ ചെയ്യാം. അതായത് ഇപ്പൊ ഇതിൽ കാണുന്ന നമുക്ക് പല എന്താ പറയാ, ഒരു തേർഡ് പാർട്ടി റൂട്ട് കൂടെ, അതായത് നേരായ റൂട്ടല്ല, ഒന്ന് വളഞ്ഞ മൂക്കുടിച്ചിലൊക്കെ നമുക്ക് കയറ്റാൻ പറ്റും അൽഗോസിനെ. പക്ഷെ നിങ്ങൾക്ക് അതിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഔട്ട് ചെയ്യാൻ പറ്റൂല. അത് ഇവരൊക്കെ ഡിക്റ്ററ്റ് ചെയ്യും. ആ പ്രോഫിറ്റ് നമുക്ക് ബാക്കൗട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ അൽഗോസിന്റെ കാര്യങ്ങൾ നമ്മൾ അൽഗോ ചെയ്യാത്തല്ല, നമുക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഒരു ബുക്ക് ബ്രോക്കേഴ്സും അൽഗോനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ബിനാൻസ് പോലത്തെ വലിയ വലിയ ബ്രോക്കേഴ്സിന്റെ അകത്ത് തന്നെ എന്തുണ്ട്, റോബോട്ട് ഉണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ സ്ട്രാറ്റജി നിങ്ങൾ കൊടുക്കണം അതിന്. ഇപ്പൊ ബിനാൻസിൽ ഓൾറെഡി റോബോട്ടിക് ട്രേഡിംഗ് ഉണ്ട്, ബിനാൻസിന്റെ റോബോട്ടിക് ട്രേഡിംഗ് ആണ്. പക്ഷെ അവിടെ എന്താക്കണം, ആ റോബോട്ടിന് സ്ട്രാറ്റജി ആ ട്രേഡ് ചെയ്യുന്ന ആളെന്നാക്കണം, പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ ട്രേഡ് നടക്കൂ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, മനസ്സിലാക്കാനുണ്ട്. ആ യെസ് യെസ്, നമസ്കാരം. നമസ്കാരം, ഞാൻ സുനിൽ അമ്പാടി കൊടുങ്ങല്ലൂർ നിന്നാണ്. ഓക്കെ. ആ സാറേ, ഞാൻ ഇതൊന്ന് കേട്ടോണ്ടിരിക്കുന്നു. ഇതിൽ പറയുന്നത് ഈ കൺഫർമേഷൻ, ഇത് ചിലപ്പോ ഒരു ദിവസത്തിൽ പല പ്രാവശ്യം പല സ്റ്റേജിലും കൺഫർമേഷൻ ഓക്കെ പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമുക്ക് എടുക്കാലോ, ഒരെണ്ണം മാത്രം എടുക്കണം എന്നില്ലല്ലോ? ഇല്ല, ആ സമയത്തൊക്കെ എടുക്കാം. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നിപ്പോ ഒരു 10 എൻട്രി ഉണ്ടെങ്കിൽ അത് 10 TP4 അടിക്കണം എന്നില്ല. TP1 അടിക്കുന്ന എൻട്രി ഉണ്ടാവാം, TP2 അടിക്കുന്ന എൻട്രി ഉണ്ടാവാം, TP3 അടിക്കുന്ന, TP4 അടിക്കുന്നുണ്ടാവാം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ TP കൊടുത്തത്. നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഡൗട്ടാണ് എങ്ങനെ സെറ്റ് ചെയ്യും. TP സെറ്റ് ചെയ്യേണ്ടത്, TP1 സെറ്റ് ചെയ്യുമ്പോൾ SL ഉണ്ടാവില്ല എവിടെയാണ്, TP1ഉം TPSL എവിടെയാണ് ഉണ്ടാവില്ല. TP1 ഹിറ്റാലോട് കൂടി SL എന്നാവും, ഈ എൻട്രിയുടെ ഇവിടത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. TP1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഇല്ല SL എന്നാവും, ഇവിടത്തേക്ക് ഈ ഒരു ഏരിയയിലേക്ക് എൻട്രിയുടെ നേരെ മേലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ഇവിടത്തേക്ക് വരും. പിന്നെ ഇവിടുന്ന് ഇത് ഓട്ടോമാറ്റിക് വരും. അതായത് ഇതാണ് നമ്മള് എല്ലാവരും സെർച്ച് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാർക്കറ്റിൽ എത്ര ട്രേഡ് ചെയ്ത് എത്ര ആൾ നഷ്ടം ഉണ്ടാക്കി എന്നാണ് എല്ലാവരും ഒന്നാക്കല്. ഈ ജെമിനിയിൽ ഇതൊക്കെ സെർച്ച് ചെയ്യല്. ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് എത്ര പെർസെന്റേജ് ഈ 5% പ്രോഫിറ്റ് ഉണ്ടാക്കിയവർ എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിനുള്ളതെന്ന് വെച്ചാല് നമ്മളെപ്പോഴും, അതായത് നമ്മളിപ്പോ മാനുവലി നമ്മളിപ്പോ ട്രേഡ് എടുക്കുന്ന സമയം നമ്മൾ എന്താക്കൂ, ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പൊസിഷൻ സൈസിങ് ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ലോങ് പൊസിഷൻ എന്നാക്കുന്നു, നമ്മൾ സെറ്റ് ചെയ്യുന്നു. ഈ രീതിയിലാണ് സെറ്റ് ചെയ്യല്. ഈ രീതിയിൽ SL വെക്കുന്നു. ഓക്കെ, ഈ സെയിം എൻട്രി ഇവിടെ വെച്ചു നമ്മള്. ഓക്കെ, ഇവിടെ തന്നെ വെക്കാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇവിടെ എത്താണ്ട് നിങ്ങൾ നോക്കൂല, ഇത് ക്ലോസ് ചെയ്യൂല. മാർക്കറ്റ് ഇനി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്താണ്ട് നമ്മള് ക്ലോസ് ആവൂല. ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഈ വെയിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടൊക്കെ നമുക്ക് ഇവിടം വരെ മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും. നമുക്കൊരു $10-30-40 പ്രോഫിറ്റ് ഉണ്ടാവും ഈ ഒരു ഏരിയയില്. ബാക്കി ഒരു $10-20 നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇവിടുന്ന് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് ഇങ്ങനെ മാറ്റുന്നാവും, SL അടിക്കും. ഇത് താഴേക്ക് വരുന്ന ഇവിടുന്ന് ഒരു $10 ലോസിലേക്ക് എത്തിയാൽ തന്നെ നമ്മളെ മൈൻഡ് മാറും. 40 വീണ്ടും 30 ആയി, 40 എത്തട്ട്, എന്നിട്ട് SL അടിക്കാം, എന്നിട്ട് അവിടുന്ന് വിഡ്രോ അടുത്തും ചെയ്യില്ല. ഇതിങ്ങനെ പോയി എന്നാവും, SL പോയി മാർക്കറ്റ് ട്രെൻഡ് മാറും. ഇങ്ങനെയാണ് SL അടിക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ എന്താക്കി, നമ്മളെ ഈ സിസ്റ്റത്തിന്റെ കൂടെ, അതായത് ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ കൂടെ ഈ രീതിയിൽ നിങ്ങൾ
ട്രേഡ് എടുത്തു കഴിഞ്ഞാല് ആ. ഒരു മിനിറ്റ്, ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാല് ഇവിടെ എത്തി, ഇവിടെ കിട്ടേണ്ട പ്രോഫിറ്റ് ഇവിടെ സെക്യൂർ ആയി. ആ. ഓക്കെ, SL ഇവിടത്തേക്ക് വന്നു. അപ്പൊ അടുത്ത ഇങ്ങോട്ട് ഇവിടുന്ന് യെസ്, അതായത് പിന്നെ ട്രേഡ് നടക്കുന്ന ഈ ഏരിയ നിർത്തേക്കാ. TP1 TP2 ട്രേഡ് നടക്കുന്നത്. ആ. TP1 TP2 ട്രേഡ് നടക്കുമ്പോ ഓക്കെ, ഇത് ഇവിടുന്ന് എത്തിക്കഴിഞ്ഞാൽ TP2 എത്തിക്കഴിഞ്ഞാൽ SL ഓട്ടോമാറ്റിക്കലി ഇവിടുത്തേക്ക് വരും, TP1 മേലേക്ക് വരും. അതെ. ഇങ്ങനെ വേണം മാർക്കറ്റ് പ്രോഫിറ്റ് സേവ് ചെയ്ത് അപ്പൊ അതിപ്പോ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്നാലും അപ്പോഴത്തെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് മേലേക്ക് കയറിയിട്ടുണ്ടാവും. അതായത് ആ പോണ്ട അവിടുന്ന് ക്ലോസ് ആവും, ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. ഇനിയിപ്പോ അഥവാ ഒറ്റയടിക്ക് താഴെ പോരുകയാണെങ്കിൽ തന്നെയും സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് ചിലപ്പോൾ നഷ്ടം വരില്ല, മുതൽ കിട്ടും. നെക്സ്റ്റ് എങ്ങനെ വരില്ല, അതാ ചെറിയൊരു എമൗണ്ട്, ചെറിയൊരു ലോസ് പോകും, ബാക്കി എല്ലാടെ പ്രോഫിറ്റ് കിട്ടിയില്ല കിട്ടേണ്ടത്. യെസ്, അതായത് ടാർഗറ്റ് 2 എത്തിന്ന് കൂട്ടാം. ടാർഗറ്റ് 2 എത്തി കഴിഞ്ഞാല് ഈ എൻട്രി മുതൽ ടാർഗറ്റ് 2 വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് കിട്ടി. ഇവിടെ ഈ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് SL വരുന്നത്. ആ ഒരു ഏരിയയിൽ SL മാത്രമേ പോകും. ഇവിടം വരെയുള്ള പ്രോഫിറ്റ് നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തു. യെസ്, ഈ രീതിയിൽ പ്രോഫിറ്റിനെ സേവ് ചെയ്ത് വേണം നമ്മൾ എന്താക്കാൻ. മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മാർക്കറ്റ് ഒരിക്കലും ഇവിടെ നിന്ന് ഈ ക്യാൻഡിൽ ഒരൊറ്റടിക്ക് മേലിലേക്ക് പമ്പ് ചെയ്യണമെങ്കിൽ അതിന് ന്യൂസ് വേണം. ഈ ക്യാൻഡിൽ ഇവിടുന്ന് ഒറ്റടിക്ക് ഇവിടെ എത്തണമെങ്കിൽ അത് ന്യൂസ് എഫക്റ്റിൽ മാത്രമേ എത്തൂ. അതല്ലാത്ത പക്ഷം മാർക്കറ്റ് എപ്പോഴും പമ്പിങ് നടത്തുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പാത്ത് ഓഫ് വേ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് മാർക്കറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഒരു ചെറിയ ഇത് വന്നു, ഒരു സ്റ്റെപ്പ് വേയിലാണ് മാർക്കറ്റ് എന്നാല് എപ്പോഴും പമ്പിങ് നടത്തല്. ഒരൊറ്റടിക്ക് ഇങ്ങനെ പോകൂല മാർക്കറ്റ്. അത് നമ്മൾ തെറ്റിദ്ധാരണയാണ്. മാർക്കറ്റ് എപ്പോഴും അതിന്റെ സ്റ്റെപ്പ് എടുത്ത് മാത്രമേ മാർക്കറ്റ് മേലിലേക്ക് എന്നാവും പമ്പ് ചെയ്യും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റിന്റെ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കി തന്നെ എന്നാക്കുക, നമുക്ക് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്താൽ മതി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ നമ്മൾ ഉണ്ടാകുന്ന ടാർഗറ്റ്, ഈ ഓരോ ടാർഗറ്റും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തിരിയും. ഓക്കെ, ഇവിടെ ടാർഗറ്റ് 1 അടിച്ചു, അതിനുശേഷമാണ് 2 അടിക്കുന്നത്, അതിനുശേഷം അത് ഇങ്ങനെ ഒരു പ്രൊസീജിയറിലാണ് മാർക്കറ്റ് പോകുന്നത്. ഇത് ന്യൂസിന്റെ വന്നതാണ്. ഈ ഒരു ഇറക്കം എന്ന് പറയുന്നത് ഈവനിങ്ങിന്റെ ഇറക്കാണ്. പക്ഷെ നമ്മൾ ഈ പ്രൊസീജിയർ എപ്പോഴും ഒന്നാക്കണം. ഈ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ്, അതായത് ഞാൻ നിങ്ങളോട് ഇപ്പൊ നിങ്ങളെല്ലാവരും ട്രേഡ് ചെയ്യാത്ത ആരും ഉണ്ടാവില്ല, കുറവായിരിക്കും, എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ അടുത്തൊരു മാസത്തേക്ക് നിങ്ങൾ എത്രയാണ് നിങ്ങളെ ക്യാപിറ്റൽ, ഓക്കെ ഇത്രയാണ് എന്റെ ക്യാപിറ്റൽ, നിങ്ങളെ ഡെയിലി എത്രയാണ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നത്, ഒരു മാസം കൊണ്ട് എത്രയാണ് നിങ്ങളെ ടാർഗറ്റ് എന്ന് ചോദിച്ചാല് കുറച്ച് ആൾക്കാർക്ക് പറയാനുണ്ടാവും. എനിക്ക് എന്റെ ഒരു ലക്ഷ്യം എന്താ വെച്ചാല് ഇപ്പൊ ഒരു തുടക്കത്തിൽ ഇപ്പൊ ഒരു ദിവസം നമുക്ക് ഫുൾ ടൈം ഇരിക്കേണ്ടി വന്ന തന്നെ 9 തൊട്ട് 3:30 വരെ ഇരുന്നാല് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 5000 രൂപ കിട്ടാവുന്ന കണ്ടീഷൻ വേണം. അതായത് ഇന്നിപ്പം നമുക്ക് നിഫ്റ്റിയിൽ ഉണ്ടായത് അതായത് ഒരു ട്രേഡ് ഇന്നലത്തെ ബാക്കി ട്രേഡ് കംപ്ലീറ്റ് ആയി, ഒരു ട്രേഡ് ഇന്ന് കംപ്ലീറ്റ്, രണ്ട് ട്രേഡാണ് ഇന്ന് നിഫ്റ്റിയിൽ ഉണ്ടായത്. അത് രണ്ടും കംപ്ലീറ്റ് ആയ ട്രേഡാണ് നിഫ്റ്റിയിൽ ഇന്ന് കംപ്ലീറ്റ്. അതായത് ഇതിപ്പോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഏകദേശം TP2 ക്ലോസ് ആയിട്ട് അത് കംപ്ലീറ്റ് ആയി, ഇന്ന് ഓപ്പൺ ആയതോടാണ്. ഇന്ന് ഇത് ഇവിടെ ഒരു TP2 എത്തിയിട്ട് എന്നായി, ഇത് ഇവിടെ ക്ലോസ് ചെയ്ത് ഇപ്പൊ നാളെ മാർക്കറ്റ് ഓപ്പൺ ആയതോടെ ഇത് കംപ്ലീറ്റ് ആവും, ഈ ട്രേഡ് കംപ്ലീറ്റ് ആവും. അപ്പൊ അതായത് നമുക്ക് പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ഇന്ന് ഗോൾഡിൽ ഒരു 3-4 എൻട്രി ഉണ്ടായിരുന്നു, ഗോൾഡിൽ ഉണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. പാസ്റ്റിലെ കുറച്ച് എൻട്രീസ് കാണിച്ചു തരാം. ഡാർക്ക് മാറ്റിയാൽ തിരിയും. ഇന്ന് ഗോൾഡിൽ ഉണ്ടായ എൻട്രീസ് ഞാൻ കാണിച്ചു. അതായത് ഓക്കെ, അതായത് ഗോൾഡിൽ ഉണ്ടായ എൻട്രീസ് ആണ്. ഒന്നിതാ ഇവിടെ നിന്നാണ് നമുക്കൊരു എൻട്രി വന്നത്. അതായത് ഈ ഒരു എൻട്രിയുടെ സിഗ്നൽ നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു എൻട്രിയുടെ ഇത്രയും ഇത് ന്യൂസ് എഫക്റ്റിൽ വന്ന ഇതാണ് എൻട്രി ആണ് ഈ കംപ്ലീറ്റ് ആയത്. ഈ വരുന്ന ന്യൂസ് എഫക്റ്റിൽ ഇതൊക്കെ മാനിപ്പുലേഷൻ ഏരിയ ആണ്. ഇവിടുന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ കണ്ടോ, താഴെ ഒരു ഡയമണ്ട് കണ്ടോ, ഗ്രീൻ ഉണ്ട്. ഇതൊക്കെ മാനിപ്പുലേഷൻ ഏരിയ ആണ്. ഇവിടെ നിന്ന് വന്ന് നമുക്ക് ഇവിടുന്ന് ഓൾറെഡി സെൽ എൻട്രി കിട്ടി. ഇവിടെ നിന്നാണ് അത് കൺഫർമേഷൻ സെല്ല് എന്നുള്ള സിഗ്നൽ വന്നു, നമുക്ക് അതിന്റെ താഴെ എൻട്രി തന്നു എവിടെ എൻട്രി എടുക്കാന്നുള്ളത്. അപ്പൊ ഈ ഒരു എൻട്രി നമുക്ക് ഇവിടെ കിട്ടി, ലാസ്റ്റ് എൻട്രി ആണ്. നമുക്ക് ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു ചെറിയ SL വന്നിട്ടുണ്ട്.
ചെറിയൊരു SL ആണ്. ഇവിടെ 1000 വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി കംപ്ലീറ്റ് ആയ എൻട്രി ഉണ്ട്. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയ എൻട്രി ആണ്. നമുക്ക് ഇവിടെ ഇത് കംപ്ലീറ്റ് ആയ എൻട്രി ആണ്. അപ്പൊ നമുക്ക് അതായത് പറഞ്ഞാൽ കുറെ എൻട്രീസ് വരാം. നമുക്ക് ഒരു ഹ്യൂമൻ ചെയ്യുന്നത് പോലെ. അപ്പൊ ഇതുവരെ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ഒരു എൻട്രി വന്നിട്ടില്ല മാർക്കറ്റിൽ. നമുക്ക് ഇത്രയും ഇതെല്ലാം വന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നെക്സ്റ്റ് എൻട്രി വരുമ്പോൾ ടൈം എടുക്കും. അതായത് നമുക്ക് അത്രയും നല്ല കൺഫർമേഷൻ, അതായത് ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മാത്രമേ എൻട്രി അവിടെ ഉണ്ടാവും, ബാക്ക് എൻഡിന്റെ പ്ലേസ് ആവും. അപ്പൊ അതിനുള്ള ടൈമാണ് നിങ്ങൾക്ക് ഡാറ്റ ബോക്സ്. അതെ സാറേ, അപ്പൊ ഒരു സംശയം. ആ. അതായത് ഇപ്പൊ ഓപ്ഷനില് പുട്ടുണ്ട്, കോൾ ഉണ്ട്. ഓപ്ഷൻ ഇപ്പൊ നിഫ്റ്റി ആയാലും അല്ലെ ബാങ്ക് നിഫ്റ്റി ആയാലും ഒരു പുട്ടില് നമ്മൾ ഇത് ഈ സിസ്റ്റം വെച്ചിട്ട് നോക്കുമ്പോ എടുക്കാൻ പറയാണ്. അതേസമയം ഈ താഴോട്ട് വരുമ്പോ അപ്പുറത്ത് കോളില് മാറ്റം വരുമല്ലോ, ഈ വേരിയേഷൻ ഇവിടെ താഴുമ്പോ അവിടെ കൊണ്ടുവല്ലോ. അപ്പൊ നമ്മൾ പുട്ടില് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഓക്കെ അത് കൺഫർമേഷൻ വന്നു എടുത്തു. അപ്പൊ നമ്മള് വേറെ കോളിൽ നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനകത്തും ഒരേ സമയം പറയുമല്ലോ അപ്പുറത്ത്. പറയും. അപ്പൊ നമുക്ക് 2 ട്രേഡ് എടുത്തിട്ട് വാച്ച് ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് മാറ്റി 2 സ്ക്രീൻ ഉണ്ടെങ്കിൽ. 2 ട്രേഡ് എടുക്കാം, 2 സ്ക്രീൻ ആക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല എടുക്കുന്നതിന്. പക്ഷെ ഞാൻ സജഷൻ ചെയ്യലും 1 എടുത്താൽ മതി. നമ്മളെപ്പോഴും സജഷൻ ഞാൻ എപ്പോഴും പറയലും 1-ലാണ്. അതായത് നമ്മള് വെറുതെ 2 ട്രേഡ് എടുത്തതിനെ കൊണ്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ 1-ൽ സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതി. ഞാൻ പേഴ്സണലി പറയല്. എനിക്ക് ഞാൻ എടുക്കലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ എടുക്കുന്നത്, ഞാൻ മോർണിംഗത്തെ ഇരിക്കുന്ന ബാച്ചിൽ ഇരിക്കുന്ന സെക്ഷനിൽ ഇരിക്കുന്ന സമയം ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ എടുക്കലുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഞാൻ എടുക്കുന്നതാണ്, നിഫ്റ്റിയിലൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇന്ന് നിഫ്റ്റിയിൽ എനിക്കൊരു എൻട്രി കിട്ടിയില്ലെങ്കിൽ എന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ ഞാൻ ഒന്നാക്കൂല, വേറെ ഒരു മാർക്കറ്റിൽ രാത്രി എടുക്കൂല. എനിക്ക് രാത്രി ഗോൾഡ് ഉണ്ടാവും, BTC ഉണ്ടാവും, എത്തിയിലൊക്കെ രാത്രി നൈറ്റ് കിട്ടും. പക്ഷെ എന്റെ ഇന്നത്തെ ഒരു ടാർഗറ്റ് ഉണ്ട്, അത് ഏതിൽ നിന്നായാലും എനിക്ക് ആ ടാർഗറ്റ് മതി. അതായത് നിഫ്റ്റി അതായത് ഞാൻ ഒന്നുകൂടി പറയാ, നിങ്ങൾ എങ്ങനെ ട്രേഡ് എടുക്കാതിരിക്കാന്ന് പഠിക്കാം. എങ്ങനെ ട്രേഡ് എടുക്കാന്ന് പഠിക്കുന്നതായിട്ട് നല്ല എങ്ങനെ എടുക്കാണ്ടിരിക്കാന്ന് പഠിച്ചു കഴിഞ്ഞാല് അവിടെ നമുക്ക് ഇതൊരു മാത്തമാറ്റിക്കൽ കണക്കുണ്ട് ഇതിന്റെ പിന്നിൽ. അതായത് പക്ക മാത്സ് ആണ്. അതായത് ഓൾറെഡി നമ്മളെ ടീമിന് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ഓൾറെഡി അതിന്റെ ഒരു സിസ്റ്റം നമ്മൾ ഓൾറെഡി എന്നാക്കിയിട്ടുണ്ടായിരുന്നു, ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബ്ലൂ പ്രിന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അത് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ്, നിങ്ങൾക്ക് കിട്ടും. അത് എങ്ങനെയാണെന്നുള്ളത് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ബ്ലൂ പ്രിന്റ് കിട്ടും. അതായത് ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ആ സാധനം ഫോളോ അപ്പ് ചെയ്ത് തന്നെ എന്നാക്കണം നമ്മൾ മുന്നോട്ടേക്ക് എന്നാവണം പോകണം. ഞാൻ ആ ബ്ലൂ പ്രിന്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സാറേ ഒരു മിനിറ്റ്, ഇതുപോലെ തന്നെ ഒരു സംഭവം ഞാൻ വേറെ വിൻട്രേഡ് വേറെന്തോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ആലപ്പുഴയിൽ നിന്നൊരു സംഭവം ഉണ്ടായിരുന്നു TV സാർ കണ്ടിട്ടുണ്ടോ? ഈ സെയിം ഇതുപോലത്തെ അല്ലേ? ഇതുപോലത്തെ, പക്ഷെ അത് വാങ്ങിയിട്ട് എനിക്ക് അത്ര ഇതായില്ല. സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് സംഭവം സാറിന് അറിയോ? അത് സിസ്റ്റർ അറിയോ? ലേഡി വന്നിട്ട് പരസ്യം ചെയ്യണേ. അത് ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മുന്നിൽ കാണുന്ന സാധനമൊക്കെ കണ്ടോ? അങ്ങനെ സ്ക്രീൻ പോയിട്ടുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന സാധനമൊക്കെ എന്ന് പറയുന്നത് പുറന്തോടുകളാ. ഇതിന് നമ്മൾ ഇതിന്റെ ബാക്ക് എൻഡിൽ കൊടുക്കുന്ന ഒരാളെ സ്ട്രാറ്റജി, ബാക്ക് എൻഡിൽ കൊടുക്കുന്ന അവരെന്താണ് കൊടുക്കുന്നത് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഇത് ഡിസൈൻസാ. എല്ലാവരും നോക്കുന്നത് ഡിസൈൻസിലാണ്. നമ്മൾ നോക്കേണ്ടത് അതിന് ബാക്ക് എൻഡിൽ എന്ത് നടക്കുന്നു, എന്താണ് അതിന്റെ കാര്യങ്ങൾ കിട്ടുന്നത് എന്നുള്ളതാണ്. അല്ല, ഇതിപ്പോ നമുക്ക് ഇത് വാങ്ങിയിട്ട് ഒരു ദിവസം പേപ്പർ ട്രേഡ് ചെയ്താൽ മതിയല്ലോ. ഞാൻ വാങ്ങണ ക്യാഷ് ഇറക്കാതെ തന്നെ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് 1 മാസം കൊണ്ട് അറിയാം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് അറിയാം. ഇത് ഞങ്ങൾ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങളിപ്പോ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച എന്നാക്കണം നിങ്ങൾ ഇത് അനലൈസ് ചെയ്യാൻ പഠിക്കും, മാർക്കറ്റ് വാച്ച് ചെയ്യും. പേപ്പർ ട്രേഡ് ചെയ്യാ, നമ്മൾ ഇന്ന മാർക്കറ്റിൽ ഇന്നത് എടുത്തു എഴുതി വെക്കാം. പേപ്പർ ട്രേഡ് ചെയ്യണ്ട, ട്രേഡിംഗ് ജോലി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊന്നും പണിയില്ല. നിങ്ങൾ ഇത് എടുക്കുക, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1 വീക്ക് ഒക്കെ നിങ്ങളിപ്പോ ഒരു ഗോൾഡ് എടുക്കുക, ഗോൾഡിൽ ഇവിടെ കൺഫർമേഷൻ എൻട്രി വന്നിട്ടുണ്ട്, ഓക്കെ അവിടെ എഴുതി വെക്കുക, കൺഫർമേഷൻ കിട്ടണം. അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നു,
ഒരു ഹാഫ് ആൻ അവർ മതി. കഴിഞ്ഞിട്ട് നോക്കുക എന്താണ് ആ, സംഭവിച്ചത്. ഓക്കെ, അതാണ് അതെ. നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡെമോ ട്രേഡ് അക്കൗണ്ടിൽ ഡെമോ ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ സക്സസ് ആയതിനെ കൊണ്ട് കാര്യമില്ല. അവിടെ കാണിക്കുന്നത് ഡെമോ ഡാറ്റയാണ്, റിയൽ ഡാറ്റ അല്ല. അല്ല. ഏത് ഡെമോ ട്രേഡിൽ ആര് ട്രേഡ് ചെയ്താലും സക്സസ് ആവും, 100% സക്സസ് ആവും. യെസ്, അപ്പം അത് നമ്മൾ ഓക്കെ. മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇതിന്റെ ഫ്രണ്ട് എൻഡിൽ കാണും. നമ്മളിപ്പോ അടുത്ത നമ്മൾ ഓൾറെഡി അടുത്തൊരു ടൂൾ ഇതിലേക്ക് നമ്മൾ ട്രേഡിംഗ് വ്യൂ ഓൾറെഡി അതിന്റെ ഒരു 3 മാസമായി നമ്മളിത് കൊടുത്തിട്ട് അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. ആർക്കാണ്? ട്രേഡിംഗ് വ്യൂക്ക് ഡാറ്റ കൊടുത്ത് ലോഞ്ചിങ്ങിൽ നിൽക്കുന്ന നമ്മൾ അടുത്ത ടൂളാണ്. ഈ ടൂള് നിങ്ങൾക്ക് ഇത് ഓഫ്ലൈന് വന്നാൽ മാത്രമേ കിട്ടൂ. ഇത് ഓഫ്ലൈന് വരണം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു 1 വീക്ക് പഠിക്കാനുണ്ട്, ഒരാഴ്ച പഠിക്കാനുണ്ട്. ഓ, ഇതൊരു ബിഗിനറിന് എടുത്തതിനെ കൊണ്ട് കാര്യം നടക്കൂല. ആയിട്ട്. അത്യാവശ്യം അതായത് ഇപ്പൊ നിങ്ങൾ കണ്ട ടൂളിന്റെ ആ ടൂള് പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് പഠിച്ചവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഇത് രണ്ട് വെച്ച് ചെയ്യാൻ പറ്റും. അതായത് അതിലപ്പോ നിങ്ങളെ കാണിച്ചത് മേലെ ബൈ അടിയിൽ സെല്ല് കാണിക്കുന്നതല്ലേ? ഇതല്ല, ഇതാണ് വരുന്നത്. ഇതിൽ ബൈയും സെല്ലല്ല ഇത് വരുന്നത്. ഈ ടൂളിന്റെ അല്ല, സിസ്റ്റം എന്ന് ഇതിൽ പറയുന്നത് കാണിക്കുന്നുണ്ടല്ലോ, ഇതിൽ കാണിക്കുന്നുണ്ട് സെല്ല് ബൈ അടിയിൽ മേലെ കാണിക്കുന്നുണ്ട്, അതല്ലേ? ഇതല്ലേ സ്ട്രോങ് സെൽ സ്ട്രോങ് ബൈ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഇതെങ്ങനെ കാണിക്കും അതില്? ഏതാണ്? ഇതങ്ങനെ കാണിക്കും, ഇതങ്ങനെ വരും. ഇതിൽ കാണുന്നെല്ലാം വരും അതില്. ഇത് ഓൾറെഡി ഞാൻ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾറെഡി എന്റെ കയ്യിൽ ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ മൊബൈൽ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് എന്റെ സിസ്റ്റം കാണിച്ചു തരാം. അപ്പൊ നമുക്കിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ എമൗണ്ടിൽ നമുക്ക് ഇതെല്ലാം ഉൾപ്പെടുന്നു നോക്കുന്നത്? ഇല്ല, ഇത് വേറെ തന്നെ ടൂളാണ്. ഇത് ഓൾറെഡി ലോഞ്ച് ആയി. ഇത് ഓൾറെഡി ട്രേഡിംഗ് ഇതിലേക്ക് ലോഞ്ച് ആക്കണം. അത്ര നമ്മൾ ഓൾറെഡി അവർക്ക് ട്രയൽ കൊടുത്തിനത്ര നമ്മൾ അവർക്ക് ട്രയൽ കൊടുത്തതാണ്. 3 month ആയി. അതായത് ഇത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്നാലേ കിട്ടും. അത് ഓൺലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല. അത് ഓഫ്ലൈനിൽ വന്ന് പഠിക്കണം. 1 വീക്ക് സെക്ഷൻ ഉണ്ട്. ആ 1 വീക്ക് സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മാത്രമേ കിട്ടൂ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. അത് പഠിക്കാനുണ്ട് അതില്. അതിനെന്താ റേറ്റ് വരുന്നത്? അത് നമ്മളിപ്പം ഫിക്സഡ് ചെയ്തിട്ടില്ല, അത് ലോഞ്ച് ചെയ്യണത്ര. അത് ഇറക്കിയിട്ടില്ല മാർക്കറ്റിൽ. അത് നമുക്ക് ട്രേഡിംഗ് വേണ്ടി ഒരു കൺഫർമേഷനും കൂടി അതിൽ കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ മാത്രമേ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് അത് നമുക്ക് കിട്ടും. റീസെന്റ് നമുക്ക് കിട്ടാനായിട്ടുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒന്ന് എന്റെ മൊബൈൽ ഇംപ്ലിമെന്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാല് അതിന്റെ ബാക്ക് എൻഡിൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രാറ്റജി പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ എന്താകുന്നത്, വർക്കിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഒരു ഓവർ ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. ഒരു ഓവർ ട്രേഡ് വരുന്നു അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാവില്ല, അതില് വരൂല. അത് മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വരുന്ന പ്രശ്നം എന്നാണ്. ഒരു ഓവർ ട്രേഡ് വരാ, കാര്യങ്ങൾ ചെയ്യുക, ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് ഇതില് വരൂല. ഇതിനകത്തെ സ്റ്റോപ്പ് ലോസ് ഇത്ര ഇടാൻ പറയോ? ഇത്ര പെർസെന്റേജ് എത്ര ഇടാൻ കാണിക്കും? ഇവിടെ കാണിച്ചു തരും. ഈ എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഇത്. ആ ഒരു എൻട്രിയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നിങ്ങളിപ്പോ അവിടെ കാണുന്നത്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് തരും. അതായത് എങ്ങനെയാണ്, എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതൊന്നാക്കി തരും, നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഇപ്പൊ സ്റ്റോപ്പ് ലോസ് അതിനെന്താ പറയുമല്ലോ, മേലോട്ട് പോണേന് എസ് എൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് തന്നെ ജനറേറ്റ് ചെയ്ത് നമുക്ക് തരും. അതെ, ഓട്ടോ എസ് എൽ. അതായത് ഒരിക്കലും എസ് എൽ ഇല്ലാതെ നമ്മൾ ഒരിക്കലും ട്രേഡ് ചെയ്തുകൂടാ. പല ആൾക്കാരും ചെയ്യൽ എങ്ങനെയാണ്, എസ് എൽ ഇല്ലാതെ എന്നാക്കും നമ്മൾ എൻട്രി അങ്ങോട്ടേക്ക് എടുക്കും. അതായത് നമ്മളൊരു ട്രേഡ് നിങ്ങൾ എടുക്കുന്ന സമയം നിങ്ങൾ നോക്കേണ്ടത്, ഓക്കെ ഒരു ഇത് വരികയാണെങ്കിൽ, ഓക്കെ ഒരു എസ് എൽ അടിക്കുകയാണെങ്കിൽ അത് അവിടെ അക്സെപ്റ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത, അതായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലോസ് വന്നാൽ മാത്രമേ നമ്മൾ വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ലോസ് വരുമ്പോൾ നമുക്ക് അതിന് കുഴപ്പമില്ല. അത് ട്രേഡ് അറിയുന്ന ആൾക്ക് വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസ് വരുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ എന്റെ ഞാന്
ഞാൻ ഒരു 2 വർഷം മുന്നേ ചെയ്തു തുടങ്ങിയതാണ്. പഠിച്ചു വന്നപ്പോ ഒരു 15 ലക്ഷത്തോളം എനിക്ക് നഷ്ടം വന്നു. യെസ്. നിങ്ങൾ പക്ഷെ ഏതാണ് ഞാൻ ഏതാണ് എനിക്ക് ചെയ്യുന്നത്? ഞാൻ ഏഞ്ചൽ ലോൺ ആണ് ബ്രോക്കർ ആ എടുത്തത്. ഓക്കെ. പക്ഷെ അത് എന്റെ പഠിപ്പ് കൊണ്ട് സോഫ്റ്റ്വെയർ അതായത് ഓഫ്ലൈൻ ആയി, അതായത് ഓഫായി പോയി, നെറ്റ് ഇല്ലാതെ, നെറ്റ് കട്ടായി. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. അങ്ങനെ ലോസ് വന്നു. കുറച്ച് അബദ്ധങ്ങൾ കൊണ്ടാണ് കുറെ ലോസ് ആയത്. ഓക്കെ, മനസ്സിലായി പിന്നെ മനസ്സിലായി. സ്റ്റോപ്പ് ലോസ് വെക്കാതെ പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ പഠിച്ച് എന്നാലും ഞാൻ വിട്ടില്ല. കഴിഞ്ഞ ഒരു 3 മാസം മുന്നേ ഒരു 30,000 രൂപ ഇട്ടിട്ട് എന്തോ 230 രൂപയുടെ സാധനം വാങ്ങി. അത് വിൽക്കാതെ മറിച്ചെടുത്ത് ₹1.70 ഈ സാധനം. ഓക്കെ അടുത്ത ദിവസം അത് 5 പൈസയാവും. ഓപ്ഷൻ ആണല്ലോ. ഓക്കെ, മനസ്സിലായി. അതിന്റെ ഓപ്പണിങ്ങിൽ ഒരു കയറ്റമാണ് 558 രൂപയിലേക്ക്. ഒറ്റ സിഗ്നൽ മേലേക്ക് ഒരു സൂചി പോണ പോലെ പോവില്ലേ, യെസ് യെസ് യെസ്. അങ്ങനെ പോയപ്പോ ഞാനിത് കണ്ണ് മഞ്ഞളിച്ചു പോയി. കാരണം അക്ഷരം വായിക്കാൻ പറ്റുന്നില്ല. സംഭവം 58 ലക്ഷമാണ്. ഓക്കെ. അങ്ങനെ അമർത്തിയപ്പോ എനിക്കൊരു 16,700 കിട്ടി. അല്ല, 16,35,000 കിട്ടി. എന്റെ പോയത് 2 കൊല്ലം കൊണ്ട് 15 ലക്ഷമാണ് കിട്ടിയപ്പോ. പിന്നെ എന്ത് ചെയ്തു? പിന്നെ ഞാനത് കളിക്കാതെ ആ ആപ്പ് തന്നെ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്തു വെച്ചു. കാരണം ഇത് ആപ്പ് തുറന്നാൽ നമ്മൾ ട്രേഡ് ചെയ്യും. പഠിക്കാണ്ടാണ് ചെയ്തതേ. അതെന്താ ഭാഗ്യം കൂടെ കിട്ടിയാണ്. ഇപ്പൊ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് 5% മതി. എനിക്ക് 100%, 100 ഇരട്ടിയോ വേണ്ട. എനിക്ക് 5%. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൽ വന്നത്. കാരണം ഇനി ദൈവം എനിക്ക് തരില്ല, അത് ലക്കിയാണ്. അതായത് നമ്മൾ വേണ്ടത്, അതായത് ക്യാപിറ്റൽ കുറെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ട്രിഗർ ആവും. അതായത് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എന്റെ സിസ്റ്റത്തിൽ ഞാൻ പറയുന്നത്, എന്റെ സിസ്റ്റത്തിൽ ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാലും എന്നോട് പല ആളും പറയും, എന്റെ കയ്യിൽ $10,000 ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, $20,000 ഞാൻ ക്യാപിറ്റൽ ഇടാം, എനിക്ക് ഡെയിലി എന്താക്കണം, $1,000 വേണം. ഞാൻ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, $10,000 നിങ്ങളെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നിങ്ങൾ $5 മേക്ക് ചെയ്തിടും ആദ്യത്തെ മാസം. $5. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. $10,000 ക്യാപിറ്റൽ വെച്ചുകൊണ്ട് $5 മേക്ക് ചെയ്യുമ്പോൾ ആൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരിക്കലും പറ്റൂല. ഒരിക്കലും അത്ര ക്യാപിറ്റൽ കണ്ടിട്ട് നമുക്കൊരു $5 മേക്ക് ചെയ്താൽ അത് നമ്മളെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യൂല. അതിന്റെ സ്ഥാനത്ത് $100 വെച്ചോണ്ട് $5 ആക്കിയ ആളെ ഹാപ്പിയാണ്. ആക്ച്വലി 10,000 കൊണ്ട് ഒരു മാസം കൊണ്ട് $150 കിട്ടും. ഏതാണ് വലുത്? 10,000 ആണോ വലുത്, 150 ആണോ വലുത്? ആളെ ഓട്ടോമാറ്റിക്കായി ചിന്തിക്കും, ഈ 150 ഇതാക്കാൻ വേണ്ടിട്ട് ഞാൻ $10,000 ഇത് കൊണ്ട് ഒരു ദിവസം കൊണ്ട് എടുത്തോളൂ. ഇതാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം ഓരോ സ്റ്റേജിൽ. നിങ്ങളിപ്പോ നമ്മളെ മൊബൈലിന്റെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ ഇതില്, ഇത് നമ്മളെ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു ടൂളാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് പഠിക്കാനുണ്ട്. ഇത് പക്കായിട്ട് പറഞ്ഞാൽ ഇതൊരു ഒരാഴ്ചക്കൊക്കെ പഠിക്കാനുണ്ട്. ഇത് പെട്ടെന്നൊന്നും നമുക്ക് നോർമലി ഒരാൾക്ക് കണ്ടാൽ തീരില്ല. കുറച്ച് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയണം. ഒരു ബിഗിനറിന് തീരെ മനസ്സിലാവില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇതെന്ന് പറയുന്നത് വലിയ വലിയ മാനിപ്പുലേഷൻ ടീം മാർക്കറ്റിൽ വന്ന് ഹണ്ട് ചെയ്യുന്ന കുറച്ച് സിസ്റ്റങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് ഓഫ്ലൈനിൽ വന്നാൽ മാത്രമേ ഇത് ഇൻസ്റ്റാളിങ്ങും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരാൻ പറ്റൂ. ഇത് ഓൺലൈൻ നമ്മൾ കൊടുക്കുന്നില്ല. ഓഫ്ലൈൻ ഇതിൽ വരണം. അപ്പൊ ഇതൊക്കെ ഇത് ഫേസ് 2 ആണ്. ഇതൊക്കെ നമ്മളൊരു 1 month കൊണ്ട് ലോഞ്ച് ആവും, മാർക്കറ്റിൽ ലോഞ്ച് ആവും. ഇത് ഓൾറെഡി ട്രേഡിംഗ് ഒക്കെ ഇതിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അതായത് ഇതിൽ നിങ്ങൾക്ക് തരുന്ന എന്ത് കാര്യമൊക്കെ ഇതൊക്കെ ഞങ്ങൾക്കായി കണ്ടെത്തുന്ന സൊല്യൂഷൻസ് ആണ്. അതല്ലാതെ വേറെ സൊല്യൂഷൻസ് അല്ല. അതിപ്പോ ട്രേഡിംഗ് നമുക്ക് വേണമെങ്കിൽ നമ്മളിപ്പോ സ്വന്തമായിട്ട് ഒരു ആപ്പ് നിർമ്മിച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന നമുക്ക് കുറെ കൺസേൺസ് ഉണ്ട്. സ്വന്തമായിട്ട് നമ്മളെ ആപ്പിലാണ്, അപ്പൊ ഡാറ്റ എവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ. അതായത് അത് അത്രയും വലിയ ഡാറ്റ കിട്ടുന്ന വേറൊരു പ്ലാറ്റ്ഫോം ലോകത്തില്ല. നമ്മൾ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്താക്കിയത്, നമ്മൾ ഇതിന്റെ സിസ്റ്റത്തിനെ കൊണ്ടുവന്നത്. അപ്പോ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എല്ലാവർക്കും, എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഒരു വർക്കിംഗ് പാറ്റേൺ. അതായത് നമുക്ക് എപ്പോഴും, അതായത് നിങ്ങൾ ആലോചിക്കുന്നത് പോലെ നമ്മൾ AI എന്ന് പറയുന്ന സമയം അതിനെ വെറുതെ ഇങ്ങോട്ട് തള്ളിക്കളഞ്ഞുകൂടാ. വെച്ചാല് ഇത് 2-3 കൊല്ലം, അതായത് പറഞ്ഞാൽ പുറത്തത്തെ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നത് അവർക്ക് സ്മാർട്ട് വർക്കാണ്. അവർ ആരും 24 മണിക്കൂർ ഇതിന്റെ മുന്നിലിരിക്കുന്നില്ല. അതായത് ഇതേപോലത്തെ സിസ്റ്റങ്ങൾ ബിൽഡാക്കി സ്വന്തമായ സിസ്റ്റങ്ങൾ അവർ ജനറേറ്റ് ചെയ്യും, അവർക്ക് വേണ്ടി ബിൽഡ് ചെയ്യും, അത് അവർ എന്നാക്കും, അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ എപ്പോഴും അപ്ഡേഷൻസിനെ, അതായത് പറഞ്ഞാൽ അപ്ഡേഷൻസ് എപ്പോഴും നമ്മൾ എന്താക്കണം, അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം.
അത് നിർബന്ധമാണ്. അപ്ഡേഷൻ അക്സെപ്റ്റ് ചെയ്യാത്തത്തോളം കാലം നമ്മൾ അവിടെ ഇരിക്കേ ചെയ്യും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താവൂല, നമ്മള് പാസ്സാവൂല. അപ്പം ഇതേ കാലത്ത് പുതിയ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ മുതൽ എന്താക്കുക, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ പുതിയ വരും അപ്ഡേഷൻസ്, കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഇതിന്റെ അപ്ഡേഷൻ നമ്മൾ തരുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇനിയൊക്കെ ഫ്യൂച്ചറിലൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ മെസ്സേജിങ് സിസ്റ്റം ഒക്കെ വേണം, ഒക്കെ ചെയ്യാം. അത് പേഴ്സണലി നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളെ യൂസേഴ്സിന് ആയിരിക്കുന്നില്ല ട്രേഡിംഗ് വ്യൂവിന്റെ പ്രീമിയത്തിന്റെ ആവശ്യമില്ല. അതായത് ഇത് ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് ഇത് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താവില്ല, പ്രീമിയത്തിന്റെ ആവശ്യമില്ല. ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സും ഇതിൽ നിന്നും തന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ ഈ സിസ്റ്റം വെച്ച് ഇത് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ബ്രോക്കേഴ്സ് ഒക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. ഇതിലുള്ള എല്ലാ ബ്രോക്കേഴ്സും ഡയറക്റ്റ് നമുക്ക് ട്രേഡിംഗ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബ്രോക്കറിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എൻട്രിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എടുക്കാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ബ്രോക്കറെ ചിഹ്നം കാണുന്നുണ്ട്, അതിനകത്ത് ഏഞ്ചൽ വൺ ഉണ്ടോ സാർ? ഏഞ്ചൽ വൺ ഉണ്ടാവും, ഇല്ലാണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താക്കിയാൽ മതി. ഏഞ്ചൽ വൺ ഉണ്ടാവും. ഏഞ്ചൽ വൺ ആലിസ് ബ്ലൂ ഉണ്ട്, ഏഞ്ചൽ വൺ എന്തായാലും ഉണ്ടാവും, മാർക്കറ്റ് ഉണ്ടാവും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 1-2 മാർക്കറ്റ് അല്ലേ അത്? ഏഞ്ചൽ ഇപ്പൊ നിലവിലെന്ന് പറഞ്ഞ ഇപ്പൊ ദാൻ നല്ലൊരു മാർക്കറ്റ് ആണ്. ദാനിൻ്റെത് നല്ലൊരു ഇതാണ്, പ്ലാറ്റ്ഫോം ആണ്. ഉണ്ട്, അത്യാവശ്യം ബ്രോക്കേഴ്സ് ഉണ്ട്. ഇവർക്കാണ് ഡാറ്റ ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ ബ്രോക്കേഴ്സ് ഇവർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. ആയിരിക്കാണ് ട്രേഡിംഗ് ഗ്രൂപ്പ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യുന്നവരൊന്നും ഇതിലേക്ക് ഒന്നാകൂല, ഇത് നിർത്തൂല. അത് ഇവരെ അഹങ്കാരം തന്നെ പറയും. ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു അഹങ്കാരം തന്നെ പറയും. അതായത് ട്രേഡിംഗ് വ്യൂ ഒരു എന്ന് പറയാ, ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ഇതാക്കണമെങ്കിൽ പ്രീമിയം എടുക്കൽ നിർബന്ധമാണ്. അതായത് നോർമൽ ഒരു പ്രീമിയം എന്തായാലും എടുക്കണം. ഒരു 2 കാര്യങ്ങൾ വെച്ചാല് അത് വില്ലിങ് ആവുന്നത്, കസ്റ്റമർ എന്തുകൊണ്ട് പ്രീമിയം എടുക്കാൻ വില്ലിങ് ആവുന്നത്, ഇതിൽ മാത്രം റിയൽ ഡാറ്റയുള്ളൂ. വേറെ എവിടെ പോയിട്ട് കസ്റ്റമർ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, എന്ത് സ്ട്രാറ്റജി കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ഒരു അഹങ്കാരം ട്രേഡിംഗ് വ്യൂ ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതിന്റെ ഡാറ്റ സോഴ്സും കാര്യങ്ങളൊക്കെ ആർക്ക് സബ്മിറ്റ് ചെയ്യണം, ട്രേഡിംഗ് വ്യൂക്ക് സബ്മിറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് അതിൽ ഇപ്പൊ നിങ്ങളെ ആക്സസ് ആക്കാന്നുള്ള മാത്രമേ നമുക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ട്രെയിനിങ് തരണം കാര്യങ്ങൾ, അതിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എന്നാക്കും ബാധിക്കും അവർക്ക്. അതായത് ഇപ്പൊ ഞങ്ങളൊരു കമ്പനിയുടെ പേര് കൊണ്ട് ട്രേഡിംഗ് വ്യൂവിന് നെഗറ്റിവിറ്റി ഉണ്ടായിക്കൂടാ. അതായത് ഇപ്പം ഇതിൽ കാണുന്ന ഇപ്പം ഫിനാൻസ് പോലത്തെ ഇത്രയും ലോകോത്തര കമ്പനിക്ക് വരുന്നുണ്ട്, ഇതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ ആരും ഇതിൽ നിന്ന് പുറത്താക്കും. അപ്പൊ അതിലെ കാര്യങ്ങളുണ്ട്, കോൺസിക്യൂഷനും വരും. അപ്പൊ അതാണ് ഈ ട്രേഡിംഗ് വ്യൂവിന്റെ ഒരു എന്ന് പറയാ, അവരുടെ അഹങ്കാരം അതാണ്. വെച്ചാല് പ്രീമിയത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ 30,000-20,000 മന്ത്ലി കൊടുക്കണം. ഏഞ്ചൽ വൺ ഉണ്ടോ സാർ അതിനകത്ത്? ഏഞ്ചൽ വൺ ഉണ്ടോ നോക്കിയോ? ഏഞ്ചൽ വൺ കാണുന്നില്ല. സെർച്ച് ചെയ്ത് നോക്കിയാലോ കിട്ടൂല? ഇല്ല, ഏഞ്ചൽ വൺ കാണുന്നില്ല. സെറോദ ഉണ്ടോ? സെറോദ ഇതില് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. സെറോദി ഏഞ്ചൽ ബ്ലൂ അല്ല, അതിന്റെ ഉള്ളിൽ പോയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ട്രേഡിംഗ് വ്യൂ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സുഹൃത്ത് സെറോദയാണ് യൂസ് ചെയ്യണേ, ഞാൻ ഏഞ്ചൽ വൺ. ഏഞ്ചൽ വൺ ശീലിച്ചതിന്റെ പേരിൽ ഇനി മാറ്റാൻ ബുദ്ധിമുട്ടാ. അല്ലല്ല, അത് അതിന്റെ ഉള്ളിൽ തന്നെ കണക്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കണക്ട് ചെയ്യാന്നുള്ളത് അത് ഈസി ആക്സസ് ഉള്ളൂ, അതായത് കുഴപ്പമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ നിന്ന് ഇപ്പൊ സെറോദി ആയിക്കോട്ടെ അതിന്റെ ഉള്ളിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ കാര്യങ്ങൾ അപ്ഡേഷൻ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അതിലിപ്പോ ഇനി ഏഞ്ചൽ വണ്ണും ഇതും ഇല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാനൊന്നുമില്ല. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഒന്നാക്കാം വാല്യുവേഷൻ ഇവിടെയാണ് നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കാനില്ല. ഇതിന്റെ വാല്യുവേഷൻ നടക്കുന്നത് ഇവിടെയാണ്, ആ പ്രൊസീജിയർ നിങ്ങൾ അവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതായത് മാർക്കറ്റിന്റെ വഴി കാണിച്ചു തരുന്നുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. യെസ്, ഏത് വേണമെങ്കിലും എടുക്കാം. അതായത് ഈ ട്രേഡ് വ്യൂവിന് ഡാറ്റ കൊടുക്കുന്ന കമ്പനികൾ ഇതാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. നോ പ്രോബ്ലം. അതന്നെ ട്രസ്റ്റബിൾ പ്ലാറ്റ്ഫോം ഇതിന്റെ അകത്തേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഇന്ത്യൻ മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ട്രേഡ് വ്യൂവിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ എല്ലാ ഡാറ്റയും ഇവിടെ തന്നെ ഉണ്ട്. അത് ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിൽ പേഴ്സണലായിട്ട് നമ്മുടെ അക്കൗണ്ട് ആണല്ലോ ചെയ്യണത്. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ബ്രോക്കർ മാറുന്നതിന് പ്രശ്നമില്ല.
ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ ഏതാ ലിസ്റ്റില് ഡാറ്റ കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏഞ്ചൽ വണ്ണും സെറോദൻ ഡാറ്റ കൊടുക്കുന്നില്ല. കൊടുക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോക്ക്, ഇന്ത്യൻ ബ്രോക്കേഴ്സിലും യാതൊരു പ്രശ്നം വരില്ല. അതില് അങ്ങനെ ഒരു ഇതില്ല. അതിലെ ബുക്ക് ബ്രോക്കേഴ്സ് തന്നെ എല്ലാം പേര് കേട്ടും എല്ലാം ടോപ്പ് ക്ലാസ് ബ്രോക്കേഴ്സ്. വെച്ചാല് ഇന്ത്യയിൽ കുറച്ച് റൂൾസ് ഉണ്ട്, ബാക്കിയുള്ള കമ്പനി പോലെയല്ല. ഇവിടെ ഉള്ള പല ബി ബുക്ക് ബ്രോക്കേഴ്സിന്റെ രജിസ്ട്രേഷൻ ദുബായിലാണ് ഉണ്ടാവുന്നത്, ഇന്ത്യയിലല്ല. ഈ ബി ബുക്ക് അധികം ഉണ്ടാക്കുക ഫോറക്സിലാണ്. ഫോറക്സ് യൂസേഴ്സ് അത് മേജറായിട്ട് നോക്കണം. ഇന്ത്യൻ മാർക്കറ്റ് യൂസേഴ്സ് അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. മെയിൻ നോക്കേണ്ട ആള് ഫോറക്സ് യൂസേഴ്സ് ആണ്. ക്രിപ്റ്റോ യൂസേഴ്സിനും പേടിക്കാനില്ല. ക്രിപ്റ്റോന്റെ ഒക്കെ പ്ലാറ്റ്ഫോം, അതായത് മോസ്റ്റ് പ്ലാറ്റ്ഫോം ഒക്കെ ബുക്ക് തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ബ്രോക്കറിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാട്ടാ. പേഴ്സണലി ചോദിക്കാമെന്ന് ചോദിക്കാം. ഡെറിവ് കിട്ടില്ല അതില്? ഡെറിവ് അത് ഏതിന്റെയാണ്? ഫോറക്സ് ഡെറിവ് സെർച്ച് ചെയ്ത് നോക്കിയ സാറേ. ഞാനിപ്പോ ചെയ്തത് ഡെറിവും അതുപോലെ മോർഫിൻ എക്സ്എൻഎസ് ആണ്. മോർഫിനും വേണ്ട, എക്സ്എൻഎസും വേണ്ട. അതാ ഡെറിവ് നോക്കി നോക്കിയ. ഡെറിവിന്റെ ഡെറിവ് DER ഉണ്ട്, ഡെറിവ് ഉണ്ട്. ഡെറിവ് ഉണ്ടല്ലോ. ഡെറിവ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ധൈര്യമായിട്ട്. എക്സ്എൻഎസും വേണ്ട, മോർഫിനും വേണ്ട. എക്സ്എൻഎസിന്റെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് കൊണ്ട് വിചാരിക്കണ്ട. അതായത് ഞാൻ ഓപ്പണായിട്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വേറെ ഇതാക്കുന്നില്ല. എക്സ്എൻഎസ് ഞാൻ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ ഒരാളാണ്. എക്സ്എൻഎസിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, അതിൽ പേ ഔട്ട് കിട്ടൂല, ബാക്ക് അടിച്ച് പോക്കായി. ദുബൈത്തെ അക്കൗണ്ട് ആയിക്കോട്ടെ, എവിടുത്തെ അക്കൗണ്ട് ആയിക്കോട്ടെ, എക്സ്എൻഎസ് ഒരു 2-3 മന്ത് കൊണ്ട് അത് പോകും. അതിലുള്ള പൈസ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ, എത്രയും പെട്ടെന്ന്. വെച്ചാൽ ഇപ്പൊ ഓൾറെഡി എന്റെ ഒരു ക്ലയന്റിന് തന്നെ ഏകദേശം ഒരു 10,000-20,000 പ്രോഫിറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ പിൻവലിക്കാൻ പറ്റുന്നില്ല. അതായത് അവരെന്താ സിസ്റ്റം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രോഫിറ്റ് ഇതെല്ലാം ബാക്ക് എൻഡിൽ കളി നടക്കുന്നത്. പ്രോഫിറ്റ് കൂടുന്ന ആൾക്കാരെ ഒരുമിച്ച് വിഡ്രോ അടിക്കുന്ന സമയം വിഡ്രോയിൽ കൊടുക്കുന്നില്ല. അതായത് ബാക്കി ഫിനാൻസിന്റെയും വാലറ്റിലേക്കുള്ള വിഡ്രോയിൽ ഓഫ് ആക്കിയിട്ട് അവർ എന്താണ് കാർഡ് ത്രൂ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ കുറെ കോംപ്ലിക്കേഷൻ വന്നോണ്ട് എക്സ്എൻഎസ് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോഴാണ് ഇന്ത്യയിൽ ബാൻ ചെയ്തെന്ന് എന്തോ പറഞ്ഞിട്ട്. യെസ് അല്ല, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിന്നെ മോർഫില് കുഴപ്പമില്ല. മോർഫിലെ വിഡ്രോ ചെയ്യലുണ്ട് ഡയറക്റ്റ് ബാങ്കിലേക്ക്. മോർഫിന് നിങ്ങൾ വിഡ്രോ ചെയ്തു. മോർഫിന് നിങ്ങളിപ്പോ ഡ്രൈവ് ഇത് ചെയ്താൽ മതി. ഡെറിവ് ചെയ്താൽ മതി. മോർഫിൻ എക്സസിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതൊക്കെ പേഴ്സണലി ചോദിച്ചാൽ മതി. ഞാൻ അതാണ് പറഞ്ഞത്. ഞാനിപ്പോ ഉള്ളത് ഗൾഫിലാണ് ഉള്ളത്. അപ്പൊ നാട്ടിൽ വന്ന് കാണാൻ പറ്റില്ല. യെസ്, ഷുവറായിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് ഇതിലുള്ള ഏത് ബ്രോക്കേഴ്സ്, ഞാൻ എല്ലാ ബ്രോക്കേഴ്സ്, നിങ്ങൾ ഏത് ബ്രോക്കർ പറഞ്ഞാലും അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യം നിങ്ങൾ ഇപ്പൊ കാണുന്നത്, ഇതിന്റെ ഫ്രണ്ട് എൻഡ് ഒക്കെ നിങ്ങൾ കാണുന്നത് നല്ല ചിത്രങ്ങളായിരിക്കും, നല്ല ലോഗോസ് ആയിരിക്കും, നല്ല ഇതായിരിക്കും, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരും. അതാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ആപ്പിന്റെ ഇമേജ് ഞാൻ നോക്കാറില്ല. അതായത് അതിന്റെ ബാക്കിന്റെ എവിടത്തേക്കാ പോകുന്നത്, അതെങ്ങനെയാണ് റൂട്ട്. ചെറിയ എക്സാമ്പിൾ പറയാം. മൂന്നാമതൊരാൾ നടുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 4-ാം വരാം. ഒന്നാമനും രണ്ടാമനും മൂന്നാമനും പൈസ കിട്ടാതെ 4-ാമനും പ്രോഫിറ്റ് കിട്ടൂല. ഇത് മനസ്സിലാക്കണം. അതായത് എപ്പോഴും ഡയറക്റ്റ് ബാങ്ക്, അതായത് ഒരു നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്മളെ കൈമേ, ഫണ്ട് നമ്മൾ തന്നെ ബ്രോക്കറിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇപ്പം വിഡ്രോ അടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ വരണം. ഇന്ത്യൻ മാർക്കറ്റിൽ അല്ല, ഇത് ഫോറിന്റെ പറയും. ഇന്ത്യൻ മാർക്കറ്റ് ഒരു ടൈം എടുക്കും. ഇന്ന് അടിച്ചാൽ നാളെ വരും. അത് നോർമൽ. പക്ഷെ ഫോറക്സിന് അങ്ങനെയല്ല. ഇന്ന് അടിച്ചപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് ബിനാൻസ് ആണ്. ഞാൻ ഗോൾഡ് ചെയ്യുന്നത് ബിനാൻസിലാണ്. ഞാൻ ഗോൾഡ് ചെയ്യുന്നുണ്ട്. ബിനാൻസ് ഞാൻ ഇപ്പം വിഡ്രോ അടിച്ചാൽ ഓൺ ദി സ്പോട്ട് വിത്തിൻ 2 to 3 മിനിറ്റിലൊക്കെ വിഡ്രോ കിട്ടും. അല്ല, ഞാൻ പൈസ ഇടുന്നത് ഞാൻ ഡയറക്റ്റ് ആണ്. ഒരാളെ കയ്യിൽ കൊടുക്കുന്നില്ല. ഒരാൾക്ക് ഞാൻ പേഴ്സണലി അയക്കുന്നില്ല. എന്റെ ബാങ്കിൽ നിന്ന് ബിനാൻസിലേക്ക് പോകും. ഇതാണ് റൂട്ട് വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഡയറക്റ്റ് കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് ചോദിക്കാം, ഡയറക്റ്റ് ചോദിച്ചാൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരും. ബ്രോക്കേഴ്സ് ഒക്കെ ഉണ്ട്. കോഴിക്കോട് എവിടെയാണ്? നമ്മൾ കാലിക്കറ്റ്. ഓഫീസ് വരുന്ന ചെറുകുട്ടിയാണ്, ബീച്ചിന്റെ അടുത്താണ്. അവിടെയാണ് നിങ്ങൾ കാണാൻ പറ്റുള്ളൂ.
യെസ് നമുക്ക് കാലിക്കറ്റ് വന്നാൽ കാണാം, മീറ്റ് ചെയ്യാം. ശരി. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഏകദേശം എന്താണ് നമ്മുടെ സിസ്റ്റം, എങ്ങനെയാണ് വർക്കിംഗ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ ഒരു മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്താതെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ എന്തായാലും നിങ്ങൾക്ക് തരും, ഞാൻ എന്തായാലും തരും. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്ത ടീമിനോടൊന്നാക്കിയാൽ മതി, അവർക്ക് കാര്യങ്ങൾ കൊടുത്താൽ മതി. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഡിസ്കസ് ചെയ്യുക. ഇനി എന്തെങ്കിലും പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിന് എന്താ റേറ്റ് എന്ന് പറഞ്ഞു? സോഫ്റ്റ്വെയറിന് ഇപ്പം കറണ്ട് നമ്മൾ കൊടുക്കുന്നത്, ഇപ്പൊ നമ്മൾ ലൈഫ് ടൈമിലേക്ക് നിങ്ങൾക്ക് തരുന്ന 25,000 ആണ്. ആക്ച്വലി നമ്മൾ 35 കൊടുക്കുന്നതാണ്. ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം നമ്മൾ ഫുള്ളി നിങ്ങൾക്ക് ലൈഫ് ടൈമിലേക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു നമ്മൾ അത് അടുത്തൊരു സ്റ്റേജിൽ അത് 1 ഇയറിലേക്ക് മാറും. അടുത്തൊരു സ്റ്റേജ് യൂസർ വിത്തിൻ 1 വീക്ക് ആകാം, വിത്തിൻ 2 വീക്ക് ആകാം. അതിന്റെ പ്രൊസീജിയർ നമുക്കത് ട്രേഡിംഗിലും അതിന്റെ ആക്സസ് തരുന്ന പോലെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ വരുമ്പോ അതൊക്കെ ഓട്ടോമാറ്റിക് ആയിക്കോളൂ. എല്ലാ 3 മാസം കൊണ്ട് അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി വരും. കിട്ടും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്നും ചെയ്യണ്ട, അപ്ഡേഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതല്ലേ, അതിൽ വേറെ ഇതൊന്നുമില്ല, സജഷൻസ് ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ വന്നാല് നമുക്ക് പറഞ്ഞുതരും ചെയ്യും ഇങ്ങനെ ചെയ്യാന്നുള്ളത്. എന്ത് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ട്രെയിനിങ് ഉണ്ടാവും. അതിനൊരാഴ്ച വേണ്ടല്ലോ? ഇല്ല ഇതിന് നമുക്ക് ഒരാഴ്ച ഒന്നും വേണ്ട. ഇതിപ്പോ നിങ്ങൾ നാളെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ നാളത്തെ ഒരു സെക്ഷനിൽ ഇരുന്നാല് ഞാനിപ്പോ ഏകദേശം ഈ ടൂളിന്റെ ഒരു പ്രൊസീജിയർ പറഞ്ഞത് നിങ്ങൾക്ക് ഓൾറെഡി. അതിപ്പോ ഗ്രൂപ്പ് ആയതുകൊണ്ട് മനസ്സിലാത്തതാണ്. ഞാൻ ഓൾറെഡി ഇതിന്റെ ഒരു എങ്ങനെയാണ് നോക്കേണ്ടത്, എന്താണ് എവിടെ നോക്കണം എന്നൊക്കെ പറഞ്ഞത് ഓൾറെഡി. ഇതിൽ കഴിഞ്ഞ ഓൾറെഡി. ഞാനിപ്പോ ഞാൻ വരുന്നത് ഇപ്പൊ ഒരു 10-ാം തീയതി വരുള്ളൂ നാട്ടിലേക്ക്. അപ്പൊ നമുക്ക് അതിന് ശേഷം കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. അതൊന്നും നിങ്ങൾ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി. സാറിന്റെ പേരെന്താ? എന്റെ പേരെന്താ? എന്റെ പേര് വസീം എന്നാണ്. കേട്ടില്ല. വസീം അല്ലെ? അതിലൊരു ഗ്രൂപ്പിൽ കണ്ടു ഞാൻ. അല്ല, ഗ്രൂപ്പിലല്ല, നിങ്ങളുടെ ഇതില് കണ്ട്. ഓക്കെ വസീം. ഓക്കെ. ഞാൻ വന്ന നാട്ടിൽ നിന്ന് എത്തിയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. നമ്മൾ ടീമിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ശരി. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാലും വൈൻഡ് അപ്പ് ചെയ്തോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാട്ടോ. അപ്പൊ ഒരു മിനിറ്റ്. അപ്പൊ നമ്മള് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫർ തരാൻ പറ്റുമോ? നിങ്ങൾ ഇതൊന്നാക്കിയാൽ എന്ന് പറഞ്ഞാല് നിങ്ങളെ ടീമിനെ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് ഇത് അയച്ചത്, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഒരു ടീം ഉണ്ടല്ലോ, അവർക്ക് ജസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷന്റെ ജസ്റ്റ് ഒരു 5,000 അടച്ചിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾ എപ്പോഴും ലൈറ്റ് ആയതിനെ കൊണ്ട് കുഴപ്പമില്ല. അതൊന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ചില ആൾക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോ ഞാനത് പറയലുണ്ട്. അതായത് ജസ്റ്റ് നിങ്ങൾ എന്നാക്കാ, നിങ്ങളെ പേര് നിങ്ങൾ അത് ബുക്കിംഗ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞാലൊന്നും പ്രശ്നമില്ല. അത് അവിടെ രജിസ്ട്രേഷനിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമില്ല. ശരി. ഓക്കെ. നിങ്ങൾ പ്ലാൻ ചെയ്താൽ മതി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. ബാക്കിയുള്ള ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാണെങ്കിൽ നിങ്ങൾ പറയാം. വൈൻഡപ്പ് ആണ് സമയം, ഒന്ന് പറയാം എന്താണെന്നുള്ളത്. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കമന്റിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ഓപ്പൺ ആക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ. ഓക്കെ. ഇത് നമുക്ക് വേൾഡിൽ എവിടെ നമുക്ക് വർക്ക് ചെയ്തൂടെ?